ടോക്ക് പൊളിറ്റിക്സ് വിത്ത് അനുരാജ് എന്ന പരമ്പരയിലെ അടുത്ത എപ്പിസോഡിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഇതിലൂടെ ശ്രമിക്കുന്നത് വർത്തമാനകാല രാഷ്ട്രീയത്തെ നിരീക്ഷിക്കുക, അതുപോലെ തന്നെ ഇപ്പോഴുള്ള നിരീക്ഷണ സംവിധാനത്തിൽ പാളിച്ചകളുണ്ടോ എന്ന് വിലയിരുത്തുക, അതോടൊപ്പം കേരള രാഷ്ട്രീയത്തെ, ദേശീയ രാഷ്ട്രീയത്തെ, അതുപോലെ തന്നെ അന്തർദേശീയ രാഷ്ട്രീയത്തെ വിലയിരുത്താൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ഇത്തവണ നമ്മളോടൊപ്പം ഉള്ളത് ആകാശവാണിയിലും അതുപോലെ തന്നെ ദൂരദർശനിലും പ്രവർത്തിച്ച് പരിചയമുള്ള, നേരത്തെ മാതൃഭൂമി പത്രത്തിൽ മാധ്യമപ്രവർത്തകനായിരുന്ന ശ്രീ KM നരേന്ദ്രനാണ്. അദ്ദേഹം മാധ്യമപ്രവർത്തന രംഗത്ത്, സാംസ്കാരിക രംഗത്ത്, സാഹിത്യ വിമർശനത്തിൽ ഒക്കെ ശ്രദ്ധ ചെലുത്തുന്ന ഒരു വ്യക്തിയാണ്. രാഷ്ട്രത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ ജനാധിപത്യ സംവിധാനത്തിനുള്ള പ്രസക്തിയെക്കുറിച്ച്, അതുപോലെ തന്നെ ജനാധിപത്യ കേന്ദ്രങ്ങളെക്കുറിച്ച്, അധികാര കേന്ദ്രങ്ങളെക്കുറിച്ച് ഒക്കെ വ്യക്തമായ ധാരണയുള്ള വ്യക്തിയുമാണ്. അദ്ദേഹത്തെ ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. അപ്പൊ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇതാണ്: നമ്മുടെ രാഷ്ട്രീയത്തെ നിരീക്ഷിക്കുന്നത് ശരിയായ വഴിക്കാണോ? അതിൽ മാറ്റം വരുത്തേണ്ടതുണ്ടോ? ഉണ്ടെങ്കിൽ എങ്ങനെയാണ്? പഴയ രീതിയിൽ നിന്ന് മാറ്റമുണ്ടോ? അത് ഗുണകരമാകുന്നുണ്ടോ എന്ന അർത്ഥത്തിൽ രാഷ്ട്രീയത്തെ നിരീക്ഷിക്കുന്നത് ശരിയാണോ? അതിൽ മാറ്റം വരുത്തേണ്ടതുണ്ടോ എന്നുള്ളതാണ്. എന്താണ് ആമുഖമായിട്ട് പറയാനുള്ളത്? രാഷ്ട്രീയത്തെ നിരീക്ഷിക്കാൻ ഉള്ള പ്രൊഫഷണൽസ് ആരാണെന്ന് ചോദിച്ചാൽ അത് മാധ്യമപ്രവർത്തകരാണ്. അവരാണല്ലോ അത് ചെയ്യേണ്ടത്. പക്ഷേ ഇത് ആർക്കും അവകാശമുണ്ട്. ഒരു സാധാരണ പൗരന് അവകാശമുണ്ട്, രാഷ്ട്രീയത്തിൽ സ്ഥിരം പ്രവർത്തിക്കുന്നവർക്ക് അവകാശമുണ്ട്, ഒരു നൃത്ത അധ്യാപകനും രാഷ്ട്രീയത്തെ നമുക്ക് പരിശോധിക്കാവുന്നതാണ്. അത് ആർക്കും അവകാശമുണ്ട്. ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ഏതെങ്കിലും ഒരു പ്രത്യേക രീതിയിലെ ജനങ്ങൾ രാഷ്ട്രീയത്തെ സമീപിക്കൂ, വിലയിരുത്തൂ എന്ന് ഉറപ്പിക്കാൻ പറ്റില്ല. കാരണം അവിടെ ബഹുത്വമാണ്, പല തരത്തിലാണ് ജനങ്ങൾ അതിനെ സമീപിക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ സമീപിക്കലിൻ്റെ രീതികൾക്ക് ഓരോ വ്യക്തിക്കനുസരിച്ചും, ജനാധിപത്യ രാജ്യമാണെങ്കിൽ അത് വ്യത്യാസങ്ങളുണ്ടായിരിക്കും. നമ്മൾ ഇഷ്ടപ്പെടുന്ന രീതിയിലാവണമെന്നില്ല തൊട്ടടുത്ത അയൽക്കാരൻ അത് സമീപിക്കുന്നുണ്ടാവുക. അത് നമുക്ക് നിവൃത്തിയില്ല. ജനാധിപത്യത്തിൽ അങ്ങനെ തന്നെയാണ്. പക്ഷേ എങ്കിലും തന്നെ എന്നോട് വ്യക്തിപരമായിട്ട് ചോദിച്ചാൽ ഇങ്ങനെയാണോ രാഷ്ട്രീയത്തെ നമ്മൾ സമീപിക്കേണ്ടത് എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല എന്ന് തന്നെ ഞാൻ മറുപടി പറയേണ്ടി വരും. കാരണം എന്താ വെച്ചാൽ എനിക്കത് വേണ്ടത്ര നന്നായിട്ടാണ് ചെയ്യുന്നത് എന്ന ഒരു കോൺഫിഡൻസ് എനിക്കിപ്പോഴില്ല. പക്ഷേ ഇതിനേക്കാൾ നന്നായിരുന്നോ പണ്ട് കാലത്തെ രാഷ്ട്രീയത്തെ നിരീക്ഷിക്കുന്നതെന്ന് വെച്ചാൽ അല്ല, പണ്ടുമല്ല. അപ്പോൾ അതിനർത്ഥം പണ്ടൊക്കെ വളരെ ഗംഭീരമായൊരു കാലമായിരുന്നു, ഇപ്പോൾ മോശമായി, അങ്ങനെയൊന്നും ഞാൻ പറയില്ല. പണ്ടും നന്നായിട്ടല്ല നമ്മൾ രാഷ്ട്രീയത്തെ സമീപിച്ചത്, ഇപ്പോഴുമല്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഈ രാഷ്ട്രീയ സാക്ഷരത എന്ന് നമ്മൾ പറയും സാധാരണ. അത് നമ്മളിപ്പോൾ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, പഴയ കാലത്ത് പാർട്ടികളെ അല്ലെങ്കിൽ രാഷ്ട്രീയത്തെ തിരഞ്ഞെടുക്കുന്നതിൽ ജനങ്ങൾ കുറച്ചുകൂടി ആ രാഷ്ട്രീയത്തെ അല്ലെങ്കിൽ ആ പാർട്ടിയെ അല്ലെങ്കിൽ ആ പാർട്ടിയുടെ പിറകിലുള്ള പ്രത്യയശാസ്ത്രത്തെയൊക്കെ മനസ്സിലാക്കിയിട്ടാണ് അത് മാധ്യമങ്ങളിലൂടെ രാഷ്ട്രീയ പാർട്ടികളുമായിട്ട് കൂടുതൽ അടുക്കാൻ ആൾക്കാർ ശ്രമിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല എന്നൊരു വിമർശനമുണ്ട്. അതിനെ എങ്ങനെയാണ് കാണുന്നത്? പണ്ട് കുറച്ച് പേരൊക്കെ അങ്ങനെ ചെയ്തിരുന്നു എന്നത് സത്യം തന്നെയാണ്, അല്ലെന്ന് ഞാൻ പറയുന്നില്ല. ഇപ്പോൾ എൻ്റെയൊക്കെ കോളേജ് കാലത്ത് ഈ നക്സൽ പ്രസ്ഥാനം എന്താണെന്ന് ചോദിച്ചാൽ ഞങ്ങൾക്കൊക്കെ അതിനെക്കുറിച്ച് വ്യക്തമായൊരു കാഴ്ചപ്പാടുണ്ടായിരുന്നു. പക്ഷേ അവിടെയും ഈ ഞങ്ങൾ എന്ന് പറഞ്ഞാൽ കുറച്ച് പേരേ ഉള്ളൂ, അത്ര അധികം പേരൊന്നുമില്ല. ഈ ഞങ്ങളിൽ പെടാത്ത ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഭൂരിപക്ഷം പേരും പണ്ടും അത്ര ഗൗരവത്തോടെയൊന്നുമല്ല ഇക്കാര്യം പഠിച്ചിട്ടൊന്നുമല്ല ചെയ്തിരുന്നത്. കുറച്ച് പേർ ചെയ്തിരുന്നു എന്നത് സത്യമാണ്. അതുപോലെ രാഷ്ട്രീയ പാർട്ടിയുടെ ഉള്ളിലുള്ളവരും കുറച്ച് പേർ നന്നായിട്ട് വായനയും ഒക്കെ ഉള്ളവരാണ്. അതിനെക്കുറിച്ചുള്ള ഒരു അക്കാഡമിക് പഠനവും ആഴത്തിലുള്ള ചിന്തയും അവരുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. അതിനർത്ഥം പണ്ട് കാലത്ത് ഭൂരിപക്ഷം അങ്ങനെയാണെന്നൊന്നുമല്ല. പക്ഷേ ഇങ്ങനെ ചിന്തിക്കുന്നവർക്ക് അതത് പാർട്ടികളിൽ ഒരു മേൽക്കൈ ഉണ്ടായിരുന്നു. ഇന്ന് അതും ഉണ്ടാവോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. ആദ്യം രാഷ്ട്രീയത്തിൽ പ്രവേശിച്ചത് കോൺഗ്രസ് പാർട്ടിയാണ്. നമുക്കറിയാം, രാഷ്ട്രീയ പാർട്ടി എന്ന് പറഞ്ഞാൽ ആദ്യം ഉണ്ടാക്കിയത് കോൺഗ്രസ് പാർട്ടിയാണ്. അതിനുശേഷമാണ് മറ്റു പാർട്ടികളൊക്കെ വന്നത്. തുടക്കത്തിൽ കോൺഗ്രസ് പാർട്ടിയുടെയും മുകളിൽ ഉള്ളവർ വളരെ വായനയും ആഴത്തിലുള്ള ചിന്തയും ഉള്ളവരായിരുന്നു എന്ന് ആരോടും പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ല. അത് കേന്ദ്രത്തിലായാലും കേരളത്തിലായാലും. തുടർന്ന് വന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും അതിൻ്റെ തുടക്കത്തിൽ ഏറ്റവും മുകളിലുള്ള കുറച്ച് പേർക്കെങ്കിലും നല്ല വായനയുണ്ടായിരുന്നു. അതിപ്പോൾ EMS ആയാലും AKG ആയാലും P ഗോവിന്ദപിള്ള ആയാലും ആരായാലും. പക്ഷേ ഇന്നത്തെ തലമുറയിലുള്ള കോൺഗ്രസ്സുകാരായാലും കമ്മ്യൂണിസ്റ്റുകാരായാലും മറ്റേത് പാർട്ടിക്കാരായാലും ഈ വായനയൊന്നും ഉണ്ടെന്ന് ഞാൻ അവകാശപ്പെടില്ല. കുറച്ച് എക്സാമ്പിൾസ് അല്ലാത്തതൊക്കെ ഉണ്ടായിരിക്കാം. ഇപ്പോൾ VD സതീശൻ നല്ല വായനക്കാരനാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ രാജേഷ് അത്യാവശ്യം നന്നായിട്ട് വായിക്കുന്ന ആളാണ്. KN ഖാദർ അത്യാവശ്യം വായിക്കും, മുസ്ലിം ലീഗിലുള്ള. അങ്ങനെ എല്ലാ പാർട്ടിയിലും ഉണ്ട്, കുറച്ചൊക്കെ ഉണ്ടെന്ന്. പക്ഷെ അവർ ഭൂരിപക്ഷമൊന്നുമല്ല, കുറച്ച് പേരേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ വായനക്കാരുടെ ഒരു വലിയ സമൂഹം ഇവിടെയില്ല. നക്സൽ പ്രസ്ഥാനം കെട്ടടങ്ങി കഴിഞ്ഞു. അവരിലായിരുന്നു ഏറ്റവും അധികം വായനക്കാരുണ്ടായിരുന്നത് ഒരു കാലത്ത്.
പക്ഷേ ഇപ്പം അങ്ങനെ ഒരു പ്രസ്ഥാനവും പ്രത്യേകിച്ചൊന്നുമില്ല. നക്സലൈറ്റുകൾക്കൊക്കെ ഇന്ന് 80-90 വയസ്സായി കഴിഞ്ഞു. വൃദ്ധരായ നക്സലൈറ്റുകളേ ഉള്ളൂ. അപ്പോൾ പിന്നെ വായന അത്ര അധികമൊന്നും നടക്കില്ല. പക്ഷേ അടുത്ത തലമുറയിൽ നിന്ന് വരികയാണെങ്കിൽ തന്നെ ഈ ഏറ്റവും നല്ല വായനക്കാർ രാഷ്ട്രീയത്തിലേക്കാണോ പോകുന്നത് എന്ന കാര്യത്തിലും സംശയമുണ്ട്. നല്ല വായനക്കാർക്ക് രാഷ്ട്രീയത്തിൽ സ്പേസ് ഇല്ല. ഒന്ന്, നല്ല വായനക്കാരായ ആളുകൾ ഒരുപക്ഷെ IT മേഖലകളിലേക്കോ ജോലി തേടി മറ്റ് മേഖലകളിലേക്കോ ആയിരിക്കാൻ പോകുന്നുണ്ടാവുക. അപ്പോൾ അവരും രാഷ്ട്രീയത്തിലേക്കല്ല പ്രവേശിക്കുന്നത്. നമ്മളിപ്പോൾ ഈ രാഷ്ട്രീയ നേതാക്കന്മാർ നല്ല വായനക്കാരായിരിക്കണം എന്ന് വിചാരിക്കുന്നത് അവർക്ക് എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ബോധ്യമുണ്ടാകണം. അങ്ങനെ ജനാധിപത്യ സംവിധാനത്തിൽ അവർ താക്കോൽ സ്ഥാനങ്ങളിലെത്തുമ്പോൾ അതിനനുസരിച്ച് തീരുമാനങ്ങൾ കൈക്കൊള്ളാറുണ്ട്. പക്ഷേ ഈ വായനയ്ക്ക് അപ്പുറത്തുള്ള ഒരു പൊതുജന ബന്ധവും അതുപോലെ തന്നെ ഈ നേരത്തെ പറഞ്ഞതുപോലെ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രത്യയശാസ്ത്രത്തെക്കുറിച്ചിട്ടുള്ള ബോധ്യവും അവ മാറിയ കാലത്ത് എടുക്കേണ്ട നിലപാടുകളും അങ്ങനെയൊക്കെയുള്ള കുറെ കാര്യങ്ങൾ കൂടി ചേരുമ്പോഴാണോ നല്ല രാഷ്ട്രീയ നേതാക്കൾ. അപ്പൊ അതൊക്കെ മുൻകാലത്തെ നേതാക്കന്മാർക്ക് ഉണ്ടായിരുന്നു എന്ന് നമ്മൾ വായനയോടൊപ്പം തന്നെ പറയുന്നത്. നല്ല വായനക്കാരായിരുന്നു അവര് എന്നത് പറഞ്ഞതുപോലെ അത്തരത്തിലുള്ള കാഴ്ചപ്പാട് അവർക്ക് ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. അപ്പൊ പുതിയ തലമുറയിലെ രാഷ്ട്രീയക്കാർക്ക് അത് കുറവാണ് എന്ന് പറയുന്നു. അപ്പോൾ ഈ പുതിയ തലമുറ രാഷ്ട്രീയക്കാരെ രൂപപ്പെടുത്തുന്നത് പഴയ തലമുറയാണല്ലോ. അപ്പൊ അത്തരത്തിൽ നോക്കുമ്പോൾ അങ്ങനെയുള്ള ആ തലമുറ, അതായത് കേരളത്തെ ഭംഗിയായി മുന്നോട്ട് നയിക്കാൻ കഴിയുമായിരുന്ന അന്നത്തെ തലമുറയ്ക്ക് അവരുടെ അടുത്ത തലമുറയെ രൂപപ്പെടുത്തുന്നതിലുണ്ടായ പരാജയമല്ലേ സത്യത്തിൽ ഇന്നത്തെ രാഷ്ട്രീയത്തിന്റെ മൂല്യച്യുതിക്ക് കാരണം? ഒരു പരിധിവരെ അങ്ങനെ തന്നെയാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, സാധാരണ ഏത് പ്രായത്തിലാണ് ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ തൻ്റെ സ്ഥാനം അടുത്ത തലമുറയ്ക്ക് കൊടുക്കുക എന്ന് ആലോചിച്ചിട്ടുണ്ടോ? പലപ്പോഴും വയസ്സാവുന്ന സമയത്താണ് അടുത്ത ആളെ ഗ്രൂം ചെയ്യാൻ തുടങ്ങുന്നത്. അപ്പോഴേക്കും ഇപ്പോഴുള്ള രാഷ്ട്രീയക്കാരൻ, അതായത് വയസ്സായിട്ടുള്ള ആൾക്ക് ഗ്രൂം ചെയ്യാനുള്ള കഴിവുണ്ടാവില്ല. ഒരു 50-60 വയസ്സുള്ള സമയത്ത് ഒരു 30-35 വയസ്സുള്ള ആളുകളുടെ ഒരു നിരയെ രൂപപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു ഗ്രൂമിങ് സെഷൻ രാഷ്ട്രീയ പാർട്ടികളിലില്ല. നേരെ മറിച്ച് ഒരു കോർപ്പറേറ്റ് സ്ഥാപനത്തിൽ അതുണ്ട്. ഈ വ്യത്യാസം ധാരാളമുണ്ട്. ഇപ്പോൾ ഒരു 60-70-80 വയസ്സുള്ള രാഷ്ട്രീയക്കാരന് എങ്ങനെ അടുത്ത തലമുറയോട് സംസാരിച്ചാൽ ഒരു ജനറേഷണൽ ഗ്യാപ്പ് ഇല്ലാതെ സംസാരിക്കാൻ പറ്റില്ല പലപ്പോഴും. കാരണം അയാൾക്ക് അധികാരം കിട്ടി വരുന്നത് തന്നെ 70-75 വയസ്സിലായിരിക്കും ആദ്യമായിട്ട് അയാളൊരു പൊസിഷനിലെത്തുന്നത്. അപ്പോഴേക്കും അയാൾക്ക് പഠിപ്പിക്കാനുള്ള കഴിവൊക്കെ നഷ്ടപ്പെട്ടു കഴിഞ്ഞു. അങ്ങനെ ഒരു വലിയ പ്രശ്നമുണ്ട്. അതെ, എന്താണ് ഒരു പരിഹാരം? അതായത് നമ്മളിപ്പോൾ ഈ പറഞ്ഞത് അടുത്ത തലമുറയിലേക്ക് ഇത് തന്നെ തുടരാനാണ് സാധ്യത, ഈ രീതിയിൽ പോവുകയാണ്. എന്താണ് അതിനൊരു പരിഹാരം? അതിനൊരു പ്രൊഫഷണൽ മാനേജ്മെൻറ്റ് സിസ്റ്റം ഇതിലും വരണം. അതായത് ഏത് പ്രായത്തിൽ രാഷ്ട്രീയത്തിൽ കയറണം, ഏത് പ്രായത്തിൽ കീ പൊസിഷൻസിൽ ഓരോരുത്തർ എത്തണം, അതിന്ന് റിട്ടയർമെൻറ്റ് പ്രോസസ്സും അതിൽ തന്നെ പറഞ്ഞിരിക്കണം. മറ്റേ സ്ഥാപനങ്ങളിലൊക്കെ ഉണ്ടല്ലോ എന്ന പോലെയുള്ള ഒരു പ്രോസസ്സ് ഇതിലും വേണം. അത് ഒരു പാർട്ടിയിലും ഇല്ല. അത് ഇറസ്പെക്റ്റീവ് ഓഫ് എനി പാർട്ടി ഫോർ ദാറ്റ് മാറ്റർ അങ്ങനെയൊന്നും ഇല്ല ഇവിടെ. പക്ഷെ അതിനെതിരെ വരുന്ന ഒരു ആരോപണം എന്താണെന്ന് വെച്ചാൽ ഈ പ്രൊഫഷണലിസം രാഷ്ട്രീയത്തിലേക്ക് വന്നതോടുകൂടി, അല്ലെങ്കിൽ രാഷ്ട്രീയം ഒരു പ്രൊഫഷനായിട്ട് കണ്ടു തുടങ്ങിയതോടുകൂടിയാണ്, രാഷ്ട്രീയം ഒരു സേവനമല്ല മറിച്ചൊരു പ്രൊഫഷനാണ് എന്ന് കണ്ടു തുടങ്ങിയതോടുകൂടിയാണ് രാഷ്ട്രീയത്തിന് മൂല്യച്യുതി ആരംഭിച്ചത് എന്നൊരു ആരോപണമുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടെ എങ്ങനെയാണ് അതിനെ വ്യാഖ്യാനം? അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഈ പ്രൊഫഷണലിസം എന്നത് മൂല്യച്യുതിയില്ലാത്ത ശുദ്ധ രാഷ്ട്രീയത്തിന് എതിരാണെന്ന് ചിന്തിക്കുന്നതുകൊണ്ടാണ്. ഏറ്റവും നല്ല പ്രൊഫഷണലിസം ഉള്ള സ്ഥാപനമായിരിക്കണം ഏറ്റവും അധികം സേവന സന്നദ്ധതയും ഉള്ള സ്ഥാപനം. ഇത് രണ്ടും ഒന്നായിരിക്കണം. പ്രൊഫഷണലിസം ഈസ് നോട്ട് ആൻറ്റിതെറ്റിക്കൽ ടു സേവനം. ഇത് രണ്ടും ഒരുപോലെ പോകണം. അങ്ങനെയല്ല, ആൻറ്റിതെറ്റിക്കലാണ്, ഇതിന് ഓപ്പോസിറ്റ് ആണെന്ന് പറയുമ്പോഴാണല്ലോ ഇത് വരുന്നത്. നേരെ മറിച്ച് ഏറ്റവും നന്നായി മറ്റുള്ളവരെ സേവനം ചെയ്യാൻ പറ്റുന്നത് ഏറ്റവും പ്രൊഫഷണലായ സ്ഥാപനത്തിനാണ് എന്ന നില വന്നാൽ ഈ പ്രശ്നം വരുന്നില്ലല്ലോ. അങ്ങനെ വരണം. ഇത് പ്രൊഫഷണലിസം എന്ന് പറയുന്നൊരു ചീത്ത വാക്കാണ്, സേവനം എന്ന് പറയുന്നൊരു നല്ല വാക്കാണ്. അങ്ങനെയല്ല, പ്രൊഫഷണലിസം ഉണ്ടെങ്കിലേ സേവനം ഉണ്ടാവാൻ പറ്റൂ എന്നൊരവസ്ഥ നമ്മുടെ മനസ്സിലുണ്ടാവണം. അത് ശരിക്കും പറഞ്ഞാൽ ഒരു കോർപ്പറേറ്റ് കൾച്ചർ എന്ന് പറഞ്ഞാൽ അതൊരു ചീത്ത വാക്കല്ല. കോർപ്പറേറ്റ് കൾച്ചർ എന്ന് പറയുന്നത് ഇവിടെ ചിലതൊക്കെ പറയുമ്പോഴേക്കും ചീത്ത വാക്കായിട്ട് വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട്. കോർപ്പറേറ്റ് കൾച്ചർ നല്ലതാണ്, പ്രൊഫഷണലിസവും നല്ലതാണ്. അതിലാണ് ഈ സേവന സന്നദ്ധത ഏറ്റവും ഭംഗിയായിട്ട് ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ കൊടുക്കാൻ പറ്റുക. അങ്ങനെ നമ്മൾ ആലോചിക്കുന്നില്ല. അല്ലായിരുന്നെങ്കിൽ ഇന്നത്തെ ഒട്ടും പ്രൊഫഷണൽ അല്ലാത്ത രാഷ്ട്രീയ പാർട്ടികളൊക്കെ ഏറ്റവും നന്നായിട്ട് സേവനം കൊടുക്കുന്നില്ലല്ലോ. അപ്പോൾ ഇങ്ങനെയല്ല ഒരു രാഷ്ട്രീയ പാർട്ടി മുന്നോട്ട് വരേണ്ടത്. അതിൻ്റെ പ്രവർത്തന രീതിയാണ് ഞാൻ പറയുന്നത്, ഐഡിയോളജി അല്ല. അതിൻ്റെ പ്രവർത്തന രീതി തന്നെ മാറ്റണം. എന്തായാലും ഈ കാലത്ത് സംഭവിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭവിക്കുന്ന ഒരു വലിയ പരാജയം അല്ലെങ്കിൽ ഒരു ക്ഷീണം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള നേതാക്കന്മാരില്ലാതിരിക്കുക, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു നേതൃത്വം പൊതുവെ ഇല്ലാതിരിക്കുക എന്നതുകൊണ്ട് രാഷ്ട്രീയ പാർട്ടികളുടെ നിലവാരവും താഴോട്ട് പോവുകയില്ല. അതെ അതെ. അപ്പോൾ അതിന് എന്താണ് ഒരു പരിഹാരമായിട്ട്? നമുക്ക് ഈ നേതാക്കന്മാര് ഇങ്ങനെയുള്ള പ്രൊഫഷണലുകളാകുന്നു എന്നതിനപ്പുറത്തേക്ക് എന്താണ് ഇപ്പം വർത്തമാന കാല കേരളം നേരിടുന്ന ഒരു പ്രതിസന്ധിയുണ്ട്.
അതിന് പെട്ടെന്നൊരു പരിഹാരം നമുക്ക് ഇല്ലതല്ല. പക്ഷെ അത് നമുക്ക് ഉണ്ടാക്കുന്ന തിരിച്ചടി എന്ന് പറയുന്നത് നമ്മുടെ ഭരണ സംവിധാനത്തിൽ വലിയ പാളിച്ച സംഭവിക്കും. അങ്ങനെ വരുമ്പം അത്തരത്തിലുള്ള ഒരു സാഹചര്യം കേരളം എങ്ങനെയാണ് അതിനെ നേരിടുക, അതിൽ നിന്ന് എങ്ങനെയാണ് രക്ഷപ്പെടാൻ മറികടക്കാൻ സാധിക്കുക? ഇത് സ്വാഭാവികമായിട്ടും ചില രക്ഷപ്പെടലുകൾ രാഷ്ട്രീയ പാർട്ടികൾ തന്നെ കണ്ടുപിടിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ കേന്ദ്ര മന്ത്രിസഭ എടുക്കാം. അത്യാവശ്യം തലയിൽ ആൾവാസമുള്ള ആളുകളൊക്കെ തന്നെ ഈ രാഷ്ട്രീയത്തിൻ്റെ ഉള്ളിൽ നിന്ന് വന്നവരല്ല, പലരും പുറത്തുനിന്ന് വന്നവരാണ്. എന്തുകൊണ്ടാണ് അത്തരം ആളുകളെ ഈ കീ പൊസിഷൻസിലേക്ക് പ്രധാനമന്ത്രിക്കൊക്കെ വെക്കേണ്ടി വരുന്നത്? അത് കോൺഗ്രസ് ആയാലും ശരി, ഈ BJP ആയാലും ശരി, ഇനി വരാൻ മറ്റൊരു പാർട്ടി വരികയാണെങ്കിൽ അവരായാലും ശരി, ഏറ്റവും നല്ല കീ പൊസിഷൻസിൽ ഇപ്പോൾ ജയശങ്കർ വന്നു. അദ്ദേഹം രാഷ്ട്രീയക്കാരനായിട്ട് വന്നതല്ലല്ലോ, അദ്ദേഹത്തിനെ അവിടെ പിടിച്ചിരുത്തി. ശശി തരൂരിനെ പോലത്തെ ഒരാളെ പിടിച്ചിരുത്താനും അവർ സന്നദ്ധരാകും. അവരൊന്നും നേരിട്ട് കുട്ടിക്കാലം തൊട്ടേ രാഷ്ട്രീയത്തിലൂടെ KSU തൊട്ടിട്ടോ അല്ലെങ്കിൽ മറ്റേ ഈ RSS വഴിക്കോ ഒന്നും വരുന്നവരല്ല. എന്തുകൊണ്ടാണ് അവരെ പിടിച്ചിരുത്തേണ്ടി വരുന്നത്? കാരണം സ്വാഭാവികമായിട്ട് അവർ രാഷ്ട്രീയ പാർട്ടിയുടെ ഉള്ളിൽ നിന്ന് വരുന്ന ആൾക്കാർ ഇത്ര പോരാ, അതിനേക്കാൾ നല്ല ആൾക്കാരെ നമുക്ക് പുറത്തു നിന്നേ കിട്ടുള്ളൂ എന്ന് ഇവർക്കൊക്കെ അറിഞ്ഞുകൊണ്ടല്ലേ. ഏത് പ്രധാനമന്ത്രിക്കും, മൻമോഹൻ സിംഗ് ഇങ്ങനെ വന്നതാ. എന്തൊക്കെ പറഞ്ഞാലും പ്രധാനമന്ത്രിയെ തന്നെ നമ്മൾ പ്രൊഫഷണലായിട്ടുള്ള ആളെയാണ് ഇവിടെ പിടിച്ചിരുത്തിയത്, സോണിയാഗാന്ധി. എന്തുകൊണ്ടാണത്? അപ്പോൾ അങ്ങനെയുള്ള ആളുകളെ മാത്രമേ അത്തരം കീ പോസ്റ്റുകളിലേക്ക് ഇരുത്താൻ പറ്റൂ എന്ന ബോധ്യം രാഷ്ട്രീയ പാർട്ടികളുടെ ഉള്ളിൽ ഇപ്പോൾ തന്നെയുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട പോസ്റ്റുകളിൽ ക്രമേണ അത്തരം ആളുകളുടെ എണ്ണം കൂടി വരും. രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് പ്രവർത്തിച്ച് മുന്നോട്ട് വരുന്നവരുടെ എണ്ണം കുറയും. കാരണം ക്വാളിറ്റി സ്റ്റാഫ് ഈസ് അവൈലബിൾ ഓൺലി ഔട്ട്സൈഡ് എന്ന് തോന്നുന്നതുകൊണ്ടാണ്. അങ്ങനെ ഒരു സൊല്യൂഷൻ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവർക്കേ രാജ്യം ഭരിക്കാൻ പറ്റൂ എന്നാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അതായത് നമ്മളെ ഭരിക്കാൻ പോകുന്നത് പ്രൊഫഷണൽസാണ്, രാഷ്ട്രീയക്കാരുടെ മുഖംമൂടിയിട്ട പ്രൊഫഷണൽസാണ്. അത് നല്ല കാര്യം തന്നെയാണ്, അങ്ങനെ തന്നെയാണ് വേണ്ടതും. പക്ഷേ എന്തുകൊണ്ട് രാഷ്ട്രീയ പാർട്ടിയുടെ ഉള്ളിൽ നിന്ന് തന്നെ പ്രൊഫഷണൽസ് വരുന്നില്ല? അതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അതിന് രാഷ്ട്രീയ പാർട്ടികൾ ഒരു ആത്മപരിശോധന ശരിക്കും ചെയ്യേണ്ടതുണ്ട്. അല്ല, ഇതിന് നമ്മൾ ഈ പുറത്തുനിന്നുള്ള പ്രൊഫഷണലുകളെ ഇപ്പം മന്ത്രിമാരാക്കുന്നു അല്ലെങ്കിൽ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരുന്നു എന്നൊക്കെ പറയുന്നു. സംഭവിക്കുന്ന വേറൊരു കാര്യം നമ്മളിപ്പോൾ കുറച്ച് നേരത്തെ പറഞ്ഞതാണ്. അതായത് രാഷ്ട്രീയത്തിൽ പ്രൊഫഷണലുകൾ വന്നു, അല്ലെങ്കിൽ രാഷ്ട്രീയം ഒരു പ്രൊഫഷനായിട്ട് ആൾക്കാർ കണ്ടു തുടങ്ങിയതോടുകൂടിയാണ് മൂല്യച്യുതി ഉണ്ടായിരുന്നത്. അപ്പൊ ഇങ്ങനെ പുറത്തു നിന്നുള്ള യഥാർത്ഥ പ്രൊഫഷണലുകളെ കൊണ്ടുവരുമ്പോൾ ഈ രാഷ്ട്രീയം പ്രൊഫഷനാക്കി വെച്ചവർക്ക് അത് വലിയൊരു വെല്ലുവിളിയാവും. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഒരു കോൺഫ്ലിക്റ്റിലേക്ക് പോകില്ല. അതായത് ഈ പരമ്പരാഗതമായിട്ട് പാർട്ടിയിൽ പ്രവർത്തിച്ചു വരുന്ന നേതാക്കന്മാര്, അതുപോലെ തന്നെ അതത് സമയത്ത് ആവശ്യത്തിന് വേണ്ടി ഉൾക്കൊള്ളുന്ന പ്രൊഫഷണലുകൾ, ഇവർ തമ്മിലൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവില്ലേ? നമ്മൾ ചിലപ്പോൾ അത് കാണുന്നുണ്ട്. അപ്പൊ അതിനെ പരിഹരിക്കാനുള്ള വലിയൊരു പ്രതിസന്ധിയായിട്ട് ഇനി ഇന്ത്യ പോലുള്ള ഒരു വലിയ രാജ്യത്തിലെ രാഷ്ട്രീയ പാർട്ടികൾക്ക് അതൊരു വലിയ പ്രശ്നമായി വരില്ല. യഥാർത്ഥ പ്രൊഫഷണലിസത്തിന് പകരം വയ്ക്കാനൊന്നുമില്ല. അത് രാഷ്ട്രീയ പാർട്ടിയുടെ ഉള്ളിൽ നിന്ന് വന്നവരായാലും അല്ലാതെ പുറത്തുനിന്ന് വന്ന പ്രൊഫഷണൽസ് ആയാലും ഈ പ്രൊഫഷണലിസം എന്നൊരു കഴിവുണ്ടല്ലോ, മെറിറ്റ്, അതിന് പകരം വയ്ക്കാൻ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഒറ്റ വഴിയുള്ളൂ. ഈ കോൺഫ്ലിക്റ്റ് ഒക്കെ ഉണ്ടാവും എന്നുള്ള സത്യമാണ്. പക്ഷേ അവസാനം ആരാണ് നല്ല റിസൾട്ട് ഡെലിവർ ചെയ്യുന്നത് എന്നൊരു ചോദ്യം പ്രധാനമന്ത്രിയുടെ മുമ്പിലായാലും മുഖ്യമന്ത്രിമാരുടെ മുമ്പിലായാലും ഉണ്ടാവുമല്ലോ. കാരണം അവർക്ക് അധികാരം പിടിച്ച് നിലനിർത്തണം എന്നുണ്ടെങ്കിൽ മന്ത്രിമാർ നന്നായിട്ട് ജോലി ചെയ്യണം, നല്ല വിഷനോടുകൂടി ജോലി ചെയ്യണം, ജനങ്ങളിൽ നിന്ന് പ്രശസ്തി ഉണ്ടാക്കണം, റിസൾട്ട് ഉണ്ടാക്കണം. ഇത് റിസൾട്ട് ഉണ്ടാക്കാൻ ഈ എന്താ പറയുക, രാഷ്ട്രീയ പാർട്ടിയുടെ ഉള്ളിൽ നിന്ന് വരുന്ന അൺപ്രൊഫഷണലായിട്ടുള്ള ആളുകൾ വെറും രാഷ്ട്രീയ തിണ്ണമെടുക്കുകൊണ്ട് നടക്കില്ല എന്ന് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത്തരം രാഷ്ട്രീയക്കാരെ ഒഴിവാക്കാൻ മുഖ്യമന്ത്രിയോ പ്രധാനമന്ത്രിയോ നിർബന്ധിതരാകും. നമ്പർ ഓഫ് ഇത്തരം ഈ പുറത്തുനിന്ന് വന്ന പ്രൊഫഷണൽസിൻ്റെ എണ്ണം കൂടി വരും. ഇത് നിവൃത്തിയില്ലാത്ത വരുന്ന സമയത്ത് പിന്നെ രാഷ്ട്രീയ പാർട്ടിയുടെ ഉള്ളിൽ ഒറ്റ വഴിയേ ഉള്ളൂ, അവരുടെ ഉള്ളിൽ നിന്നുള്ള നേതൃത്വത്തിന് പ്രൊഫഷണൽസിനെ ഉള്ളിൽ നിന്ന് തന്നെ വളർത്തിക്കൊണ്ടുവരിക. നല്ല ഇതിന് ഈക്വലായിട്ടുള്ള ആളുകളെ ഇവിടെയും കിട്ടും എന്ന് വന്നാൽ അതിനൊരു സൊല്യൂഷനായി. അതെ, ഇപ്പൊ ഒരു വിപ്ലവകരമായ ഒരു മാറ്റത്തെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തത്. അതായത് രാഷ്ട്രീയ പാർട്ടിയിൽ ഈ പരമ്പരാഗത സംവിധാനം, അതായത് ഇപ്പൊ താഴെത്തട്ടിൽ നിന്ന് വളർന്നു വന്ന് നേതാക്കന്മാരായി, മന്ത്രിമാരായി, MLA മാരായി, MP മാരായി അങ്ങനെ മുന്നോട്ട് നയിക്കുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് മാറിയിട്ട് വിവിധ മേഖലകളിലെ പ്രൊഫഷണലുകൾ രാഷ്ട്രീയത്തിലേക്ക് വരുന്ന ഒരു സാഹചര്യത്തെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അതൊരു വലിയ വിപ്ലവകരമായ മാറ്റമാണ്. അപ്പോൾ ഇത് നമ്മുടെ ഇന്ത്യയിലെ സാഹചര്യത്തെ പറ്റി നമ്മളിപ്പോൾ പറയുമ്പോൾ ഇത് ആഗോളതലത്തിൽ എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത്? രാഷ്ട്രീയ സംവിധാനങ്ങൾ, ജനാധിപത്യ രാഷ്ട്രങ്ങളിൽ എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത്? നേതാക്കന്മാർ ഉണ്ടാകുന്നത് എങ്ങനെയാണ് എന്ന് നിരീക്ഷിച്ചിട്ടുണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് മനസ്സിൽ വരുന്നൊരു ഉദാഹരണമാണ്. ഞാനൊരു ഇൻ്റർവ്യൂ കേൾക്കുകയായിരുന്നു, റേഡിയോ ഇൻ്റർവ്യൂ. അതായത് എനിക്ക് ഒരു ദുസ്വഭാവം ഉണ്ടായിരുന്നു. പണ്ടത്തെ എൻ്റെ റേഡിയോയിൽ ഞാനിങ്ങനെ ഓരോന്ന് ട്യൂൺ ചെയ്ത് ഓരോ പുതിയ സ്റ്റേഷൻസ് ഓരോ ദിവസം കിട്ടുന്നത്. ഇന്ന് നമ്മൾ ഇൻ്റർനെറ്റ് സർഫസ് നടത്തിയിട്ട് പല സൈറ്റിൽ നമ്മൾ പോകുന്നില്ല ഒരു തമാശയ്ക്ക്. വെറുതെ ഇരിക്കുമ്പോൾ ഓരോരോ സൈറ്റ് ഇങ്ങനെ നോക്കും. ഒരാവശ്യം ഉണ്ടായിട്ടില്ല, ഒരു യാത്ര പോലെയാണത്, അതിൻ്റെ ഒരു സുഖത്തിന്. എന്ന പോലെ എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ ഈ റേഡിയോയിലൂടെ ഓരോരോ പുതിയ സ്റ്റേഷൻ, അപ്പോൾ ഒരു ദിവസം കിട്ടിയത് ഓസ്ട്രേലിയൻ ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷനാണ്. അത് കിട്ടിപ്പോയെന്നേ ഉള്ളൂ. അപ്പോൾ അവിടെ
ഒരു മൈനിങ് നടത്തുന്ന വകുപ്പിൻ്റെ ഒരു മന്ത്രിയുമായിട്ട് ഒരു ലേഖകൻ സംസാരിക്കുകയാണ്. അപ്പോൾ ചോദ്യം ഇതാണ്, ഓസ്ട്രേലിയ നേരിടാൻ പോകുന്ന മൈനിങ്ങിലല്ല മറ്റ് ഇരുമ്പ് ഉൽപ്പാദനത്തിൻ്റെ സ്റ്റീൽ ഉൽപ്പാദനത്തിൽ നേരിടാൻ പോകുന്ന പ്രശ്നങ്ങൾ എന്താണെന്ന്. അപ്പോൾ അത് മന്ത്രിയുടെ ഉത്തരം ഇങ്ങനെയായിരുന്നു. ഫ്രാൻസിൽ നിന്നൊക്കെയാണ് നമ്മൾ ധാരാളമായിട്ട് ചില പ്രത്യേകതരം സ്റ്റീൽ ഇമ്പോർട്ട് ചെയ്യുന്നത്. അവിടുത്തെ മൈനിങ്ങിലുള്ള പ്രശ്നം നമ്മുടെ സ്റ്റീൽ ഉൽപ്പാദനത്തിന് വലിയ വെല്ലുവിളിയായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ സ്റ്റീൽ ഉൽപ്പാദനത്തെ സംബന്ധിച്ചും ഫ്രാൻസിലെ മൈനിങ്ങിനെ സംബന്ധിച്ചും അത് ഓസ്ട്രേലിയക്ക് ഉണ്ടാക്കിയ പ്രശ്നത്തെക്കുറിച്ചും ഡെപ്തിൽ പഠിച്ച ഒരു മനുഷ്യനാണ് അയാൾ എന്ന് എനിക്ക് തോന്നി, വളരെ ഡെപ്തിൽ. അപ്പോൾ എൻ്റെ കുസൃതിക്ക് ഞാൻ മനസ്സിൽ ഇങ്ങനെ വെച്ചു, എന്തെങ്കിലും കാരണവശാൽ ഈ മന്ത്രിക്ക് വല്ലതും സംഭവിച്ചാൽ പകരം ഒരാളെ കിട്ടില്ലല്ലോ, ഇത്രയും വിവരമുള്ള ഒരാളെ. പക്ഷേ ചോദ്യം ചോദിക്കുന്ന ജേർണലിസ്റ്റിന് അത്ര തന്നെ വിവരമുണ്ട്, പറ്റുമെങ്കിൽ ഇയാളെ വേണമെങ്കിൽ മന്ത്രിയാക്കാമല്ലോ. ഇതാണ് ഈ പ്രൊഫഷണലിസം. ഞാൻ എൻ്റെ മനസ്സിൽ കാണാം. അപ്പോൾ പ്രൊഫഷണൽസ് ആയിട്ടുള്ള ആളുകൾ വെസ്റ്റേൺ വേൾഡിലും ഓസ്ട്രേലിയ പോലുള്ള ലോകത്തും അത്യാവശ്യം വരുന്നുണ്ട്. അല്ലാത്ത ഉദാഹരണങ്ങളുമുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോഴത്തെ ഞാൻ കുറ്റം പറയാമെന്ന് വിചാരിക്കരുത്, ഇംഗ്ലണ്ടിലെ മന്ത്രിസഭയിൽ അൺപ്രൊഫഷണൽസ് ആയിട്ടുള്ള തല്ലിപ്പൊളികൾ ധാരാളമുണ്ടെന്ന് ധാരാളം പേർ അഭിപ്രായം പറയുന്നുണ്ട്. യാതൊരു വിവരമില്ലാത്തവരാണ്, എങ്ങനെയാണ് ഇംഗ്ലണ്ട് മുന്നോട്ട് പോകാമെന്ന് അറിയില്ല എന്ന് പറയുന്നത്. എന്നോട് വ്യക്തിപരമായിട്ട് പറഞ്ഞ എൻ്റെ സുഹൃത്തുക്കളുണ്ട് അവിടെ ഇംഗ്ലണ്ടിൽ സെറ്റിൽ ചെയ്ത ആൾക്കാർ. അപ്പോൾ ഈ പ്രശ്നം എല്ലാ സ്ഥലത്തും ഉള്ളതാണ്. തീരെ അൺപ്രൊഫഷണൽ ആയിട്ടുള്ള ആളുകൾ ചില സമയത്ത് വരും, ചില സമയത്ത് നല്ല പണ്ഡിതന്മാരായിട്ടുള്ള ആൾക്കാർ ഇന്ത്യ പോലുള്ള നമ്മൾ പ്രതീക്ഷിക്കാത്ത സ്ഥലത്ത് വരുന്നുണ്ട്. അത് ഏത് മന്ത്രിസഭ വന്നാലും, ഇപ്പോൾ കോൺഗ്രസ് മന്ത്രിസഭ വന്നാലും BJP മന്ത്രിസഭ വന്നാലും നല്ല വിവരമുള്ള ആൾക്കാരുണ്ട്. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന്, ഞാൻ കോൺഗ്രസ്സുകാരനൊന്നുമല്ല, പക്ഷേ ഉദാഹരണത്തിന് ജയറാം രമേശ്, അദ്ദേഹം ഒരിക്കൽ ക്യോട്ടോ സമ്മിറ്റിലല്ല, കോപ്പൻഹേഗൻ സമ്മിറ്റിൽ, നമ്മുടെ എന്താ പറയുക, പരിസ്ഥിതിയെ സംബന്ധിച്ച ക്യോട്ടോ സമ്മിറ്റ്, കോപ്പൻഹേഗൻ സമ്മിറ്റ് എന്നൊക്കെ പറഞ്ഞാൽ അത്തരം ഒരു സമ്മിറ്റിലേക്ക് യാത്ര ചെയ്യുകയായിരുന്നു ഈ ജയറാം രമേശ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ കുറച്ച് സയൻറ്റിസ്റ്റുകളും കൂടെ പോകുന്നുണ്ട്, പരിസ്ഥിതി സംബന്ധിച്ച കാര്യങ്ങൾ ചർച്ച ചെയ്യാനാണ്. ഈ യാത്രയിൽ, വിമാനയാത്രയിൽ ഈ ശാസ്ത്രജ്ഞന്മാർക്ക് കൂടെ സംസാരിക്കുകയാണ് ജയറാം രമേശ്. അപ്പോൾ ഒരു ശാസ്ത്രജ്ഞൻ, അതിലൊരു ശാസ്ത്രജ്ഞൻ എനിക്ക് പരിചയമുള്ള ഒരാളായിരുന്നു. പിന്നീട് പറയാണ്, ഈ മന്ത്രിക്ക് ഇതിനെക്കുറിച്ചൊക്കെ വല്ല വിവരമുണ്ടോ, എന്നിട്ട് നമ്മളോട് സംസാരിക്കാൻ നിൽക്കുകയാണോ എന്നായിരുന്നു അത്ര തുടക്കത്തിൽ അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ളൊരു ആലോചന. പക്ഷേ ആ യാത്രയിൽ മനസ്സിലായി, താൻ പഠിച്ചതിനേക്കാൾ എത്രയോ ഭംഗിയായിട്ട് മനസ്സിലാക്കി വെച്ചിട്ടുണ്ട് ജയറാം രമേശ് എന്ന്. അത്രയ്ക്ക് പാണ്ഡിത്യമുണ്ട് അദ്ദേഹത്തിന്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരും ഉണ്ട്. ഇതിപ്പോൾ കോൺഗ്രസ് പാർട്ടിയുടെ കാര്യത്തിൽ, കോൺഗ്രസ് പാർട്ടിയിൽ മാത്രമല്ല BJPയിലുണ്ട് നല്ല പാണ്ഡിത്യമുള്ള ആൾക്കാരുണ്ട്. ഞാൻ അത്തരം കാര്യത്തിൽ, രാഷ്ട്രീയത്തിൽ ഇനിയിപ്പോൾ മറ്റൊരു മന്ത്രിസഭ വന്നാലും അതിലും കുറച്ച് പേരിങ്ങനെ ഉണ്ടാവും. അപ്പോൾ അത് ഇന്ത്യ പോലുള്ള രാജ്യത്ത് തുടർച്ചയായിട്ട് പല മിനിസ്ട്രികളിലും നല്ല മിനിസ്റ്റേഴ്സ് ഉണ്ട്, പണ്ഡിതന്മാരുണ്ട് എന്നാണ് ഇവിടെ അർത്ഥം. ഇംഗ്ലണ്ടിൽ നമ്മൾ പ്രതീക്ഷിക്കുക അവിടെയൊക്കെയാണല്ലോ ഏറ്റവും വലിയ പണ്ഡിതന്മാരുണ്ട്, പൊട്ടന്മാരും അതിൻ്റെ ഉള്ളിലുണ്ടെന്ന് മനസ്സിലായില്ലേ. അപ്പോൾ ഇത് ലോകം മുഴുവനുള്ള പ്രശ്നമാണ്. ലോകത്തെല്ലാ സ്ഥലത്തും തന്നെ ചിലർ നല്ല മിടുക്കന്മാർ വരുന്നുണ്ട്. പക്ഷേ അത്തരം മിടുക്കന്മാർക്കേ രാജ്യം ഭരിക്കാൻ പറ്റൂ എന്നൊരവസ്ഥ ഇന്നത്തെ സങ്കീർണ ലോകത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. കാരണം പ്രശ്നങ്ങൾ ഇപ്പോൾ പണ്ടത്തെ പോലെയല്ല, വളരെ ആഴത്തിൽ പഠിച്ചാലേ അതിന് സൊല്യൂഷൻസ് കണ്ടെത്താൻ പറ്റുള്ളൂ. ഒരു ഈസി സൊല്യൂഷൻസോ ഒരു LP സ്കൂളിലെ വിവരം വെച്ചിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം മിടുക്കന്മാർ വേണം രാഷ്ട്രീയത്തിൽ നിന്ന് പറഞ്ഞല്ലോ. അതെ, അത് ഏത് തരത്തിലും മിടുക്കാവാം. എന്ന് വെച്ചാൽ ആ മിടുക്കുണ്ടാക്കുന്നത് ഏത് തരത്തിലും ആവാം, പക്ഷെ മിടുക്ക് വേണം. അതെ, പക്ഷേ അങ്ങയുടെ മകള് US-ലാണ്. അപ്പോൾ US-ലെ രാഷ്ട്രീയം കുറച്ചുകൂടി അടുത്ത് നിന്ന് കണ്ടിട്ടുണ്ടെന്ന്. അപ്പൊ ഇപ്പൊ US-ന്റെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആണ്. അപ്പൊ ഈ പറഞ്ഞ മിടുക്ക് എന്ന് പറഞ്ഞതിനെ ഇപ്പം ഇംഗ്ലണ്ടിലെ രാഷ്ട്രീയ സാഹചര്യം വെച്ച് പറഞ്ഞു. അപ്പോൾ US-ലെ സാഹചര്യത്തെ എങ്ങനെയാണ് ഈ മിടുക്കുമായിട്ട് ബന്ധപ്പെടുത്തി പറയാൻ സാധിക്കുക? ഞാൻ ഡൊണാൾഡ് ട്രംപിനെ കുറിച്ച് അഭിപ്രായമൊന്നും പറയുന്നില്ല. കാരണം കുറച്ച് സ്ഥിരബുദ്ധിയുള്ള ആൾക്കാരെക്കുറിച്ച് ഞാൻ അഭിപ്രായം പറയുമെന്ന് ഉറപ്പിച്ചിട്ടുണ്ട്. ഡൊണാൾഡ് ട്രംപ് അതിൽ വിടുക. പക്ഷേ ഒബാമ അക്കാര്യത്തിൽ നല്ല മിടുക്കുള്ള ആളായിരുന്നു. അയാളെക്കുറിച്ച് ആർക്കും ഒരു കുറ്റവും പറയാനില്ല. വളരെ ബാലൻസ്ഡ് ആയിരുന്നു അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ എന്ന് പറഞ്ഞാൽ എതിരഭിപ്രായങ്ങൾ കൂടി മനസ്സിലാക്കിയിട്ടാണ് തൻ്റെ അഭിപ്രായം സ്വരൂപിക്കുക. അതായത് ഒരിക്കലും തന്നെ തൻ്റെ ഭാഗത്തേക്കുള്ള ഒരു എക്സ്ട്രീമിലേക്ക് അയാൾ പോവില്ല. കാരണം എതിരഭിപ്രായത്തിന് മേലൊരു വില കൊടുക്കുന്നുണ്ട്. അങ്ങനെ ബാലൻസ്ഡ് ആയിട്ടൊരാളായിരുന്നു ഒബാമ. അപ്പോൾ പിന്നീട് വന്ന ബൈഡൻ, അദ്ദേഹത്തിൻ്റെ പ്രായാധിക്യം കാരണം, അദ്ദേഹത്തിൻ്റെ എന്താ പറയുക ആരോഗ്യസ്ഥിതിയൊക്കെ കാരണം കുറച്ച് പിറകോട്ടായിരുന്നു. അതുവരെ ഞാൻ അഭിപ്രായം പറയുന്നുള്ളൂ. അതിനപ്പുറത്തേക്ക് നമുക്കറിയാം എന്താണെന്നുള്ളത്. പക്ഷെ ഇപ്പോൾ US-ലൊരു പുതിയൊരു സാഹചര്യം എന്ന് പറയുന്നത് US-ന്റെ ഭരണ സംവിധാനത്തിൽ ഇപ്പോൾ
വൈസ് പ്രസിഡന്റ് അല്ലെങ്കിൽ വൈസ് പ്രസിഡന്റിന്റെ ജീവിത പങ്കാളിയൊക്കെ ഇന്ത്യൻ വംശജരാകുന്ന ഒരു സാഹചര്യം. അതുപോലെ തന്നെ ഇന്ത്യയിൽ നിന്നുള്ള കൂടുതൽ ആൾക്കാർ US എത്തുന്നു. അതുപോലെ അവിടെ ഈ പറഞ്ഞ പോലെ വിവിധ കോർപ്പറേറ്റ് സ്ഥാപനങ്ങളുടെ കീ പൊസിഷൻസിലേക്ക് ഇരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ആ രീതിയിൽ ഒരു എന്താ പറയാ ഒരു സാംസ്കാരിക വിനിമയം ഭാരതവും US ആയിട്ട് നടക്കുന്നു. അത് രാഷ്ട്രീയത്തിലും പ്രതിഫലിക്കുന്നു. ആ ഒരു സാഹചര്യത്തെ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ഓരോ കൊല്ലം കഴിയും തോറും അല്ലെങ്കിൽ കാലക്രമേണ ഇന്ത്യക്കാർ ഏറ്റവും ഉയർന്ന തലത്തിൽ അമേരിക്കയിൽ എത്തിക്കൊണ്ടേയിരിക്കുകയാണ്. നമ്മുടെ ശതമാനം കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. വാസ്തവത്തിൽ ഇപ്പോൾ സംഭവിക്കുന്നത് ഒരു ഇന്ത്യൻ കൊളോണിയലിസമാണ്. അവിടെ ഇന്ത്യ മാത്രമല്ല, അത് അമേരിക്ക മാത്രമല്ല, യൂറോപ്പിലും ഇങ്ങനെയൊക്കെ തന്നെയാണ്. ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായി അവസാനം വന്നത് ഒരു ഇന്ത്യക്കാരനായിരുന്നല്ലോ, ഋഷി സുനക്ക് വന്നിരുന്നല്ലോ. അതൊക്കെ ഒരു ഇൻഡിക്കേഷൻസാണ്. പക്ഷേ യഥാർത്ഥത്തിൽ വരാനിരിക്കുന്നതേ ഉള്ളൂ ഇന്ത്യയുടെ കാലം. കാരണം ഇപ്പോൾ ഏറ്റവും മുകളിൽ എത്തിയവർ എന്ന് പറയുന്നത് ഒരു 30-40 കൊല്ലം മുമ്പ് ഇംഗ്ലണ്ടിലെത്തിയവരാണ്, അന്ന് അല്ലെങ്കിൽ അമേരിക്കയിലെത്തിയവരാണ്. അവരിൽ നിന്നാണ് ഇന്നൊരു പുതിയ ആളുകളൊക്കെ വരുന്നത്. അവരുടെ എണ്ണം വളരെ കുറവായിരുന്നു. പക്ഷേ ഇപ്പോൾ അമേരിക്കയിൽ ഓരോ കൊല്ലവും അല്ലെങ്കിൽ ഇംഗ്ലണ്ടിലൊക്കെ ഓരോ കൊല്ലം എത്തുന്നതിൽ 1000 അല്ല 10,000 ആൾക്കാരാണ്. അവരിൽ നിന്ന് ഇനി വരാൻ പോകുന്നത് 1-2 ആൾക്കാരല്ല, നിരവധി ആൾക്കാർ അവർ ഇംഗ്ലണ്ടിലെയും അമേരിക്കയിലെയും കീ പോസ്റ്റുകളിലെത്തും. അത് രാഷ്ട്രീയത്തിൽ മാത്രമാവണമെന്നില്ല, കമ്പനികളുടെ കീ പോസ്റ്റിലാവാം, അല്ലെങ്കിൽ അതുപോലെ സ്ഥാപനങ്ങളുടെ മുകളിലാവാം, ആർട്ടിസ്റ്റുകളുടെ ഇടയിലായിരിക്കാം, കവികളുടെ ഇടയിലായിരിക്കാം. ഇങ്ങനെ അവിടുത്തെ ഒരു ഇൻ്റലക്ച്വൽ ലൈഫ് മൊത്തം ഈ ഇന്ത്യ ഏറ്റെടുക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. അത് വരാനിരിക്കുന്നേ ഉള്ളൂ. അതിൻ്റെ വളരെ ചെറിയ ടിപ്പ് ഓഫ് ദി ഐസ്ബർഗാണ് നമ്മൾ ഈ ഋഷി സുനക്കിലൊക്കെ കണ്ടത്. അത് ചെറിയൊരു കാര്യം. അല്ലെങ്കിൽ മംദാനി എന്ന് പറഞ്ഞൊരാൾ അവിടെ വരുന്നു. അദ്ദേഹം നമ്മുടെ അമേരിക്കൻ വംശജനല്ലല്ലോ, ഇപ്പോഴത്തെ ന്യൂയോർക്ക് മേയർ. അങ്ങനെയുള്ള ആളുകളൊക്കെ തുടക്കം മാത്രമാണ്. ഇനി വരാൻ ഒരു 25 വർഷം കൂടി കഴിയട്ടെ. ആ സമയത്താണ് ശരിക്കുള്ള ഇന്ത്യനൈസേഷൻ ഓഫ് അമേരിക്ക എന്ന് പറയുന്നത് കാണുക. നമ്മളിപ്പോൾ അമേരിക്കനൈസേഷൻ ഓഫ് ഇന്ത്യ എന്നല്ലേ പറഞ്ഞിരുന്നത്, മറിച്ചുള്ളത് കാണാൻ പോവാണ്. ഈ ഭാരതത്തിന്റെ ശക്തിയായിട്ട് പറയുന്നത് ഒന്ന് ഈ കുടുംബ വ്യവസ്ഥ, ശക്തമായ ദാമ്പത്യ ബന്ധം, അതുപോലെ ഇപ്പം മറ്റൊന്ന് ഇപ്പം യോഗ പോലുള്ള ആരോഗ്യത്തിന് ഗുണകരമായ പദ്ധതികൾ. ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഭാരതീയമായിട്ട് വിദേശത്തേക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് വിനിമയം ചെയ്യാവുന്ന കാര്യങ്ങളായിട്ട് പറയുന്നത്. ഇത്തരം കാര്യങ്ങളൊക്കെ US എത്രത്തോളം കടന്നെത്തിയിട്ടുണ്ട്? എത്രത്തോളം അവിടുത്തെ ജനത ഏത് രീതിയിലാണ് അതിനൊക്കെ കാണുന്നത്? തുടക്കത്തിലൊക്കെ ഒരു തമാശയായിട്ടാണ് കാണുന്നത്. അതായത് ഇത് വലിയ ഫലമുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അറിയാത്ത, പക്ഷെ അങ്ങനെ പറയുന്ന സമയത്തും നിങ്ങൾ നിർബന്ധമായിട്ട് നിങ്ങളിവിടെ വന്നിട്ട് ഇതൊക്കെ ഞങ്ങളുടെ സാധനം വളരെ കേമമാണെന്ന് പറഞ്ഞിട്ട് അത്തരം വലിയ പ്രചാരണത്തിനൊന്നും ഇന്ത്യക്കാരും മെനക്കെടുന്നില്ല. അങ്ങനെ മെനക്കെടാതിരിക്കുന്ന സമയത്ത് അവരുടെ ക്യൂരിയോസിറ്റി കൂടുകയാണ് ചെയ്യുന്നത്. സ്വാഭാവികമായിട്ടും അവരിങ്ങോട്ട് വരും. എന്നാൽ ശരി, ഞങ്ങൾക്ക് അറിയണം എന്ന് പറഞ്ഞ് വരുന്നവർ കുറേ ഉണ്ട്. അങ്ങനെ യോഗയ്ക്കൊക്കെ ഇപ്പോൾ കുറേശ്ശെ പ്രചാരം കൂടി വരുന്നുണ്ട്. ക്രമേണ അവിടുത്തെ നാട്ടുകാർ തന്നെ, അതായത് അമേരിക്കക്കാർ തന്നെ യോഗ ടീച്ചേഴ്സായി മാറുന്നു. പറ്റുമെങ്കിൽ ഇന്ത്യൻ വിദ്യാർത്ഥികളെ അവർ പഠിപ്പിക്കുന്നു. ഇതൊക്കെ അവിടെ സംഭവിക്കുന്നുണ്ട്. അമേരിക്കൻ യോഗ ടീച്ചേഴ്സ് ഇന്ത്യൻ കുട്ടികളെ പഠിപ്പിക്കുന്ന അവസ്ഥയുമുണ്ട്. അതൊക്കെ സംഭവിച്ച് തുടങ്ങിയിരിക്കുന്നു. അത് ധാരാളമായിട്ടുണ്ട്. അതുപോലെ പക്ഷേ അതിനേക്കാൾ ഏറ്റവും വലിയൊരു രസം എന്താണെന്ന് വെച്ചാൽ വേറെ ചില കീ സെക്ടേഴ്സിൽ നമ്മൾ അവരുടെ മാസ്റ്റേഴ്സായിട്ട് മാറുന്നു. ഉദാഹരണത്തിന് ഹെൽത്ത് സെക്ടർ. ഇന്ത്യയിൽ വന്ന് ചികിത്സിച്ച് തിരിച്ചു പോകുന്ന ആളുകൾ ലോകത്തെ എല്ലാ രാജ്യക്കാരും ഇന്ത്യയിൽ വന്ന് ചികിത്സിച്ച് തിരിച്ചു പോകുന്നത്. ഇത് ഞാൻ പറയുന്നത് മോഡേൺ മെഡിസിനെ കുറിച്ചാണ് പറയുന്നത്, ആയുർവേദത്തെക്കുറിച്ചല്ല. ആയുർവേദം ഓഫ് കോഴ്സ് നമ്മളുടെ തന്നെയാണെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ മോഡേൺ മെഡിസിൻ വരെ ഇവിടെ വന്ന് ട്രീറ്റ് ചെയ്ത് തിരിച്ചു പോകുന്ന ആളുകൾ പല രാജ്യങ്ങളിലും ഇപ്പോൾ ഉണ്ട്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഏറ്റവും വില കുറഞ്ഞ എന്നാൽ ഏറ്റവും നിലവാരം കൂടിയ മരുന്നും ഡോക്ടർമാരും ഹോസ്പിറ്റൽസും ഇവിടെയാണ്. ഏറ്റവും ഈസി ആയിട്ട് ഡോക്ടറെ കാണാനുള്ള ഫെസിലിറ്റിയും ഇന്ത്യയിലാണുള്ളത്. നിങ്ങൾക്കൊരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഒരു ഹോസ്പിറ്റലിൽ ടോപ്പ് മോസ്റ്റ് സ്പെഷ്യലിസ്റ്റിനെ കാണാൻ 2 മണിക്കൂർ കാത്തിരുന്നാൽ മതി. അമേരിക്കയിൽ അങ്ങനെ ഒരാളെ കാണാൻ 3 മാസം കാത്തിരിക്കണം. അത്ര ബുദ്ധിമുട്ടാണ്. ചിലവിൻ്റെ കണക്കിൽ ഒരു സാമ്യവുമില്ല. ഇവിടെ നമുക്കൊരു 500 രൂപയുണ്ടെങ്കിൽ നിങ്ങൾക്ക് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ ഒരു സ്പെഷ്യലിസ്റ്റിനെ കാണാം. 15 ദിവസത്തിനുള്ളിൽ 2ാമത്തെ വിസിറ്റിനും പോകാൻ ഫ്രീ ആണ്. അതായത് 500 രൂപ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അമേരിക്കൻ ഡോളറിൻ്റെ കണക്കിൽ ഒരു $6 വരുള്ളൂ. $6 അവിടെ സങ്കല്പിക്കാൻ പറ്റില്ല. അവിടെ $600 മിനിമം കൊടുക്കണം. അപ്പോൾ ആ വെസ്റ്റേൺ മെഡിസിൻസ് അല്ലെങ്കിൽ മോഡേൺ മെഡിസിൻ എന്ന് പറയുന്നതിൽ വരെ ഇന്ന് ഇന്ത്യയിൽ വന്നിട്ട് ട്രീറ്റ് ചെയ്ത് തിരിച്ചു പോകുന്നതാണ് അവർക്ക് ലാഭം. അങ്ങനെ അവസ്ഥ വന്നിട്ടുണ്ട്. അപ്പോൾ അതായത് നമ്മുടെ സെല്ലിംഗ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഇന്ന് പഴയ പോലെ യോഗയും ആയുർവേദവും ഹിന്ദുമതവും മാത്രമല്ല. അതിനേക്കാളധികം ഈ മോഡേൺ മെഡിസിൻ അവരുടെ സാധനങ്ങളാണ് ഇപ്പോൾ നമ്മൾ അങ്ങോട്ട് നന്നായിട്ട് വിൽക്കാൻ പറ്റുന്നത്. കുടുംബ വ്യവസ്ഥയെ കുറിച്ചാണ് ഞാൻ മറ്റൊന്ന് ചോദിച്ചത്. ഇവിടുത്തെ പോലെ
വളരെ നീണ്ട കാലത്തെ ദാമ്പത്യം, വിവാഹബന്ധം നീണ്ടു നിൽക്കുക, അവിടെ ചെറിയ ചെറിയ കാലം നിൽക്കുന്ന വിവാഹബന്ധങ്ങൾ, വീണ്ടും പുനർവിവാഹം, അങ്ങനെയൊക്കെയാണല്ലോ. അത് ഭാരതീയമായ രീതി ഉൾക്കൊള്ളാൻ പാശ്ചാത്യ ലോകത്തിന് സാധിക്കുന്നുണ്ട്, അവരതിൽ താല്പര്യമെടുക്കുന്നുണ്ട്. അതിൽ രണ്ടും സംഭവിക്കുന്നുണ്ട്. അതായത് നമ്മളുടെ ഇടയിലുള്ള വിവാഹബന്ധങ്ങൾ ശ്ലഥമായി പോകുന്നുമുണ്ട്. അതായത് നമ്മൾ അവരെ കല്യാണം കഴിക്കുന്നുണ്ടല്ല, നമ്മളുടെ തന്നെ ദാമ്പത്യം നമുക്കറിയാം. ഇപ്പോൾ ഇവിടെ തന്നെ ഇന്ത്യയിൽ തന്നെയുള്ള ദാമ്പത്യ ബന്ധങ്ങൾ ഒരു യുവതലമുറയിൽ ഡിവോഴ്സൊക്കെ വളരെ കൂടിയിട്ടില്ലേ, ഇത് അവിടെയും സംഭവിക്കുന്നുണ്ട്. പിന്നെ സംഭവിക്കുന്ന ഒരു കാര്യം, പൊതുവേ ഇന്ത്യക്കാരുടെ ദാമ്പത്യമാണ് കൂടുതൽ കാലം നിലനിൽക്കുന്നത്. അതുകൊണ്ട് അവിടുത്തെ മാതാപിതാക്കൾക്ക് ഇന്ത്യക്കാരെ കല്യാണം കഴിക്കുന്നതിനോട് വലിയ എതിർപ്പില്ല. അതിന് കാര്യം ഇതാണ്, അവർ ഭംഗിയായിട്ട് നോക്കിക്കോളും, ഭാര്യ ഭർത്താവിനെ ആയാലും ഭർത്താവ് ഭാര്യയായാലും നന്നായിട്ട് നോക്കിക്കോളും എന്നൊരു തോന്നലുണ്ട്. പിന്നെ മതം മാറ്റത്തിൻ്റെ ഒരു പ്രശ്നം വരുന്നില്ല. അതായത് മതം മാറ്റില്ല. നമ്മൾ ഹിന്ദുക്കളാണെങ്കിലും ഭാര്യയ്ക്ക് ക്രിസ്ത്യാനിയായിട്ടോ ഏത് മതത്തിലും തുടരാം, അതിൽ നമ്മൾ നിർബന്ധ ബുദ്ധി കാണിക്കുന്നില്ല. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ഈ ഇൻ്റർ റേഷ്യൽ അല്ലെങ്കിൽ എന്താ പറയുക, റിലീജിയസ് കല്യാണങ്ങൾ അവിടെ ധാരാളമായിട്ട് നടക്കുന്നുണ്ട്. മദാമ കുട്ടികൾ നമ്മുടെ ഇന്ത്യൻ ആൺകുട്ടികളെ കല്യാണം കഴിക്കുന്നുണ്ട്. അവിടുത്തെ വെള്ള നിറത്തിലുള്ള ചെറുപ്പക്കാർ ഇവിടുത്തെ ബ്രൗൺ നിറത്തിലുള്ള ഇന്ത്യൻ പെൺകുട്ടികളെ കല്യാണം കഴിക്കുന്നുണ്ട്. കറുത്ത വർഗ്ഗക്കാർ ഇന്ത്യൻ കുട്ടികളെ കല്യാണം കഴിക്കുന്നുണ്ട്. ഇങ്ങനെ പലതരത്തിലുള്ള മിക്സ്. ഇതിനൊക്കെ പുറമെ അവിടെ ചെന്നിട്ട് ഇന്ത്യക്കാരൻ ചൈനക്കാരിയുമായിട്ടും പ്രേമിച്ച് കല്യാണം കഴിക്കുന്നുണ്ട്. അതാണ് ഏറ്റവും വലിയ തമാശ. ഇവിടെ യുദ്ധം ചെയ്യണമെന്നൊക്കെ ആലോചിച്ചിരിക്കുമ്പോഴാണ് അവിടെ കല്യാണം നടക്കുന്നത്. ഇതെല്ലാ തരത്തിലുള്ള കല്യാണവും നടക്കാനുള്ള ഒരു സ്ഥലമാണ് അമേരിക്ക. കാരണം അവിടെ എന്താ പറയുക, ഒരു മെൽറ്റിംഗ് പോയിൻ്റ് ഓഫ് ഓൾ കൈൻഡ്സ് ഓഫ് റേസസ് ആണ്. അവിടെ എല്ലാവരും ഉണ്ട്. അത് ഒരു ഒരു ജനതയ്ക്ക് മാത്രമുള്ള രാജ്യം പോലെയല്ല. അങ്ങനെ ഒരു മെൽറ്റിംഗ് പോട്ടാണ് അവിടെ. നമ്മൾ ഇവിടെയൊക്കെ ചർച്ച ചെയ്തത് ഇവിടുന്ന് ആൾക്കാർ അങ്ങോട്ട് പോകുന്നൊരു സാഹചര്യം, അവിടെ എന്ത് സംഭവിക്കുന്നു എന്നുള്ളതാണ്. അങ്ങോട്ട് പോകുന്നുണ്ട്, ഇവിടെ എന്താണ് സംഭവിക്കുന്നത്, ഭാരതത്തിന് അല്ലെങ്കിൽ ഇന്ത്യക്ക് എന്താണ് നേട്ടം അല്ലെങ്കിൽ എന്താണ് മാറ്റം സംഭവിക്കുന്നത് ഈ വിനിമയത്തിലൂടെ. അതായത് മനുഷ്യ വിഭവശേഷി വിനിമയമാണ് നടക്കുന്നത്. അതിലൂടെ നമ്മുടെ രാജ്യത്തിനുണ്ടാകുന്ന ഗുണപരമായ മാറ്റങ്ങൾ എന്തായിരിക്കും? ഗുണപരമായ മാറ്റങ്ങളെന്ന് വെച്ചാൽ നമ്മുടെ ഇക്കോണമി, അതിനാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്കറിയാം, അവിടുത്തെ ഒരു ശമ്പളം എന്ന് പറയുന്നത് ഇവിടുത്തെ 100 ഇരട്ടിയാണ്. അവിടുത്തെ ചിലവ് എന്ന് പറയുന്നത് ഇവിടുത്തെ 100 ഇരട്ടി തന്നെയാണ്. അതിൽ നിന്നുണ്ടാക്കുന്ന ഒരു പ്രോഫിറ്റ് എന്ന് പറയുന്നുണ്ടല്ലോ, എന്തായാലും ചിലവിനേക്കാൾ കൂടുതലായിരിക്കുമല്ലോ നമുക്ക് കിട്ടുന്ന വരവ്. ഒരു ചെറിയൊരു ഭാഗം നമ്മൾ സേവിങ്സ് ഉണ്ടല്ലോ, അതും സ്വാഭാവികമായിട്ടും 100 ഇരട്ടിയാണ്. ഇവിടെ 10 രൂപ സമ്പാദിക്കാൻ പറ്റുമെങ്കിൽ ഇവിടെ 10 × 100 10,000 രൂപ അല്ലെങ്കിൽ 1000 രൂപ എത്രയാണെന്ന് വെച്ചാൽ അവിടെ സമ്പാദിക്കാൻ പറ്റും. അത്രയും സമ്പാദിക്കാൻ അവിടെ പറ്റും. ആ പണം കുറേ അവിടെ ചിലവാക്കുമെങ്കിലും കുറേ ഇന്ത്യയിലാണ് അവർ ചിലവാക്കുക. പ്രത്യേകിച്ച് എല്ലാ കൊല്ലവും ഇന്ത്യയിലേക്ക് തിരിച്ചു വരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം, ഇപ്പോൾ ഞാൻ ഗുജറാത്തിലുണ്ടായിരുന്നു കുറേ. അപ്പോൾ അവിടെ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡിസംബർ ജനുവരി മാസങ്ങൾ എന്ന് പറയുന്നത് അമേരിക്കയിൽ നിന്ന് തിരിച്ചു വരുന്ന ആളുകൾ ഫെസ്റ്റിവൽ നടത്തുന്ന മാസങ്ങളാണ് ഈ ഡിസംബറും ജനുവരി. ആ സമയത്താണ് കല്യാണങ്ങൾ മുഴുവൻ നടക്കുക. ആ സമയത്താണ് ഇവർ വന്നിട്ട് പണം ഒരുപാട് ചിലവാക്കുക. റിയൽ എസ്റ്റേറ്റ് ആയാലും ആ സമയത്താണ് എല്ലാം. മൊത്തം ഒരു സെലിബ്രേഷൻ മൂഡാണ് അവിടെ ഗുജറാത്തിൽ. അത് ഈ NRIസിൻ്റെ സെലിബ്രേഷനാണ്. അവർ വന്നിട്ട് ഒരുപാട് പണം ഒഴുക്കുന്ന കൊല്ലമാണ് അത്. ഡിസംബർ ജനുവരി മാസങ്ങളിൽ ആ സമയത്താണ് കല്യാണങ്ങളും ഒക്കെ നടക്കുന്നത്. വലിയ ഉത്സവാഘോഷമാണ്. അവിടുത്തെ ഈ ഉത്തരായൺ എന്ന് പറഞ്ഞൊരു ഫെസ്റ്റിവലുണ്ട്. ആ ഉത്തരായണിലൊക്കെ പങ്കെടുക്കുന്നത് ഇങ്ങനത്തെ ആൾക്കാരാണ്. എന്തായാലും ആ സമയത്ത് ഇവിടെ വന്നിട്ട് പണം അവർ ഒഴുക്കുന്നുണ്ട്. ആ പണമാണ് കുറേ കാലം ആ ഗുജറാത്തിലെ മാർക്കറ്റിൽ സർക്കുലേറ്റ് ചെയ്യുന്നത്. അത് നമുക്ക് വളരെയധികം ഇക്കോണമിക്ക് ഗുണം ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ ഗ്ലോബൽ വില്ലേജ് അല്ലെങ്കിൽ എന്താ പറയുക, ലോകമേ തറവാട് അല്ലെങ്കിൽ വസുധൈവ കുടുംബകം എന്നൊക്കെ പറയുന്ന ഒരു ആശയത്തിലേക്ക് ലോകം പതുക്കെ നടന്നെടുക്കുന്നു വിചാരിക്കുക. അപ്പൊ അത് രണ്ട് ഭാഗത്തും നേട്ടമുണ്ട്. എങ്ങോട്ടാണോ വിനിമയം നടക്കുന്നത് അല്ലെങ്കിൽ ആരൊക്കെ തമ്മിലാണോ വിനിമയം നടക്കുന്നത്, രണ്ട് ഭാഗത്തും നേട്ടമുണ്ട്. പക്ഷെ ഈ ഒരു മാറിയ സാഹചര്യത്തെ, നമ്മുടെ ഇന്ത്യൻ സാഹചര്യത്തെ ഇന്ത്യയിലെ രാഷ്ട്രീയ നേതൃത്വം അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാരെ തിരിച്ചറിയുന്നുണ്ടോ? അതിനനുസരിച്ചിട്ടുള്ള നയപരമായ മാറ്റം അവരുടെ പാർട്ടി പരിപാടികളിലോ അല്ലെങ്കിൽ ഭരണ സംവിധാനത്തിലോ കൊണ്ടുവരുന്നുണ്ടോ എന്ന് വെച്ചാൽ ഈ അനുകൂലമായ സാഹചര്യത്തെ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ടോ, തയ്യാറാകുന്നുണ്ടോ? കുറച്ചൊക്കെ ബോധ്യം നമ്മുടെ രാഷ്ട്രീയക്കാർക്കും ഇന്നുണ്ട്. ഇപ്പോൾ പിണറായി വിജയൻ്റെ സർക്കാർ നമ്മൾ എന്തൊക്കെ വിമർശനങ്ങൾ ഉന്നയിക്കുകയാണെങ്കിലും വിദേശത്തു നിന്നുള്ള മലയാളികളെ കൊണ്ടുവന്നിട്ട് ഇവിടെ കോൺക്ലേവുകൾ നടത്താനൊക്കെ ശ്രമം നടത്തുന്നതിൻ്റെ ഉള്ളിൽ അവർ വേണം നമ്മളിവിടെ ഇക്കോണമി നന്നാക്കാൻ എന്നൊരു തോന്നലുള്ളതുകൊണ്ടല്ലേ. ഇത് പിണറായി വിജയന് മാത്രമല്ല, VD സതീശൻ മുഖ്യമന്ത്രിയായി വന്നാലും ഇത് തന്നെ സംഭവിക്കും.
അത് തന്നെ സംഭവിക്കുന്നത്. ഇപ്പോൾ BJP ആണ് അധികാരത്തിൽ വന്നതെന്ന് വെച്ചാലും അവരും ഇത് തന്നെയാണ് ചെയ്യാൻ പോകുന്നത്, അതിൽ യാതൊരു തർക്കവുമില്ല. പക്ഷേ വേണ്ടവണ്ണമുള്ള പോളിസി മാറ്റങ്ങളിലൂടെ ഇവരുടെയൊക്കെ പണം ഇവിടെ ചാനലൈസ് ചെയ്ത് കൃത്യമായി ഇൻഡസ്ട്രിയാക്കി ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ ഇവർക്ക് എന്ന് ചോദിച്ചാൽ അത് സംശയമാണ്. ഒരു കോൺക്ലേവ് ഒക്കെ നടത്തി അവർക്ക് അതിനുള്ള മോഹം ഉണ്ടെന്നേ അതിനർത്ഥമുള്ളൂ. പക്ഷേ പിന്നീട് അതൊക്കെ എന്താണ് പറയുക, ശരിക്കും ഒരു കോൺക്രീറ്റ് പ്രോജക്ട്സ് ആയിട്ട് മാറുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ വളരെയധികം സംശയങ്ങളുണ്ട്. അതിന് പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇപ്പോൾ ഒരു ഇൻഡസ്ട്രി തുടങ്ങാൻ വേണ്ടി സന്നദ്ധരായിട്ട് ഒരു 10 പേര് അമേരിക്കയിൽ നിന്നോ അല്ലെങ്കിൽ ഗൾഫ് നാടുകളിൽ നിന്നോ ഒക്കെ വന്നു എന്ന് വിചാരിക്കുക. അവർക്ക് ഇവിടെ ഇൻഡസ്ട്രി സ്ഥാപിക്കാൻ പറ്റുന്ന തരത്തിലുള്ള, എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള നിയമവ്യവസ്ഥയും അതുപോലെ ഭരണ സംവിധാനങ്ങളും എന്ന് വെച്ചാൽ ഒരു സിംഗിൾ ഡോർ ആയിട്ട് നമുക്ക് എന്താ പറയുക, ഒരു സിംഗിൾ വിൻഡോ സിസ്റ്റം ഈ ലൈസൻസ് കിട്ടാനും ഒക്കെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് വെച്ചാൽ ഇപ്പോഴും അത്തരം കാര്യങ്ങളൊക്കെ ഒരു പഴയ മട്ടിലാണ്. അല്ലാന്ന് പറയാൻ പറ്റില്ല. ഒരു ലൈസൻസ് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പല മോശമായിട്ടുള്ള വഴിക്കും പോകേണ്ടി വരും, എന്നാൽ തന്നെ കിട്ടില്ല. ഡിലേ എന്ന് പറഞ്ഞാൽ 6 മാസവും 10 മാസവും ഒന്നുമല്ല, ചിലപ്പോൾ വർഷങ്ങളോളം ഡിലേ കഴിഞ്ഞിട്ടാണ് ഓരോ ലൈസൻസും കിട്ടുക. അപ്പോഴേക്കും അയാൾക്ക് ഇൻഡസ്ട്രി തുടങ്ങാനുള്ള താല്പര്യം പോലും നഷ്ടപ്പെടില്ല. അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ ഓരോ കോൺക്ലേവ് കഴിയുമ്പോഴും ഒരുപാട് പ്രോമിസസ് ഉണ്ടാവും. പക്ഷേ പ്രോമിസസ് ഒന്നും ശരിക്ക് നമുക്ക് കാണുന്നില്ല, അത് ഫലവത്തായിട്ട് വരുന്നില്ല. അതൊരു പ്രശ്നം തന്നെയാണ്. ഇപ്പോഴത്തെ കാര്യമാണ് പറയുന്നത്. പക്ഷേ ഞാൻ ഓർക്കുകയാണ്, മുമ്പ് നമ്മുടെ മുൻ മുഖ്യമന്ത്രിയായിട്ട് DK നായനാർ ജിം കുമ്മായി എന്ന് പറഞ്ഞൊരു കാലമുണ്ട്. ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സ് മീറ്റ് ആയിരുന്നു. അപ്പൊ EK നായനാർ അങ്ങനെ പറയണമെങ്കിൽ നമുക്കറിയാം അത് UDF ഗവൺമെന്റ് കാലത്തായിരിക്കും. അപ്പൊ അന്ന് തൊട്ട് തന്നെ ഇത്തരത്തിലുള്ള പല സമ്മിറ്റുകളൊക്കെ നടത്തി തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇതുവരെ അത് റിസൾട്ട് ആയിട്ടില്ല എന്ന് നമുക്ക് പറഞ്ഞു. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യം വരാൻ കാരണം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ രാഷ്ട്രീയ നേതൃത്വത്തിന് ഇതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ധാരണ ഇല്ലാത്തതുകൊണ്ടല്ലേ. ഇങ്ങനെ ഉച്ചകോടി നടത്തണം അറിയാം, പക്ഷെ അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം തയ്യാറെടുപ്പ്. അപ്പൊ അങ്ങനെ പറയുമ്പോൾ നമ്മൾ ഇന്നത്തെ രാഷ്ട്രീയക്കാരുടെ മാത്രം കുഴപ്പമല്ലല്ലോ, പണ്ടത്തെ രാഷ്ട്രീയക്കാരുടെ എങ്ങനെയാണ് നമ്മൾ പഴയ രാഷ്ട്രീയക്കാർ പക്വതയുള്ളവരായിരുന്നു, വീക്ഷണമുള്ളവരായിരുന്നു പറയുക. പഴയ രാഷ്ട്രീയക്കാരുടെ തലമുറയിലെ ഒരു എന്താ പറയുക, അവരെ സംബന്ധിച്ചിടത്തോളം വളരെ ഫ്യൂച്ചറിസ്റ്റിക്കാണ് ഇത്തരം കാര്യങ്ങൾ. ഇന്നത്തെ രാഷ്ട്രീയക്കാരെ സംബന്ധിച്ചിടത്തോളം പ്രസൻറ്റായിട്ടുള്ള അവർ നിത്യേന പഠിക്കേണ്ട പാഠങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ ആ നിലയ്ക്ക് ഫ്യൂച്ചറിസ്റ്റിക്കായിട്ടൊരു കാര്യം മനസ്സിലാക്കാൻ അന്നത്തെ നായനാർക്ക് വേണ്ടത്ര പറ്റിയില്ല എന്ന് പറയുന്നതും ഇന്ന് നമ്മൾ അറിയേണ്ട ബേസിക് ലെസൺസ് അറിയില്ല എന്ന് പറയുന്നതും വ്യത്യാസമുണ്ട്. ഇന്നത് അറിഞ്ഞേ പറ്റൂ. പക്ഷേ ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം രാഷ്ട്രീയക്കാരെക്കാൾ ഞാൻ പറയുന്നത് നമ്മുടെ എക്സിക്യൂട്ടീവ് സിസ്റ്റം. ഈ രാഷ്ട്രീയക്കാർ മാറിയാൽ പോലും എക്സിക്യൂട്ടീവ് സിസ്റ്റം, അത് എക്സിക്യൂട്ടീവ്സിനെ ഞാൻ കുറ്റം പറയുന്നത്, അവർ അനുവർത്തിക്കേണ്ടുന്ന നിയമവ്യവസ്ഥകൾ അത് മാറിയിട്ടില്ല. അത് എക്സിക്യൂട്ടീവ്സിനും മാറ്റാൻ പറ്റില്ല. ഇപ്പോൾ ഒരു ഓഫീസർക്ക് അപ്രൂവൽ കൊടുക്കാൻ പറ്റുന്നത് ഏതൊക്കെയാണ്, ആ ഓഫീസർക്ക് കൊടുത്തിട്ടുള്ള നിയമാവലി അത് BC 200 നിയമാവലി ആയിരിക്കും. ആ നിയമാവലി അനുസരിച്ച് അയാൾക്ക് അപ്രൂവൽ കൊടുക്കാൻ പറ്റുകയുള്ളൂ. ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റില്ല എന്ന് അയാൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് അവിടെ കിടക്കും. അത് അയാളുടെ കുറ്റമല്ല, ആ നിയമാവലിയുടെ പ്രശ്നമാണ്. ഈ നിയമാവലി മാറ്റാൻ ഭരണപക്ഷം ശ്രമിച്ചാൽ പ്രതിപക്ഷവും, പ്രതിപക്ഷം ശ്രമിച്ചാൽ ഭരണപക്ഷവും സമ്മതിക്കില്ല. ഇതൊരു സ്റ്റെയിൽമേറ്റ് തന്നെയുണ്ട് ഇവിടെ. അല്ല, അങ്ങനെ വരാനുള്ള ഒരു കാരണം, അതായത് ഇങ്ങനെ ഒരു സംഗതി ആവശ്യമുണ്ട് എന്ന് മനസ്സിലായിട്ടും ഭരണപക്ഷത്തെ പിന്തുണയ്ക്കാൻ പ്രതിപക്ഷത്തിനോ അല്ലെങ്കിൽ പ്രതിപക്ഷം പറയുന്നതിന് അംഗീകരിക്കും. ഇവര് അധികാരത്തിൽ അതൊരു രാഷ്ട്രീയ പക്വതയില്ലായ്മയല്ലേ. അപ്പൊ അങ്ങനെ വരുമ്പം നമ്മുടെ ഈ രാഷ്ട്രീയ പാർട്ടികളുടെ അവരുടെ ഒരു ഫൗണ്ടേഷൻ സ്ട്രോങ് അല്ല, അവരുടെ ഒരു ഐഡിയോളജിക്കൽ സ്റ്റാൻഡ് അല്ലെങ്കിൽ അവരുടെ ഈ രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള അവരുടെ ഒരു പോളിസി ശരിയല്ല എന്നല്ല നമ്മളതിൽ മനസ്സിലാക്കുന്നത്. അതെ, തീർച്ചയായിട്ടും അത് തന്നെയാണ്. അതിന് ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം, കേരളത്തെ ആണെങ്കിൽ 3 രാഷ്ട്രീയ സംവിധാനങ്ങൾ എന്ന് പറയാം. LDF ഉണ്ട്, UDF ഉണ്ട്, NDA ഉണ്ട്. ഈ 3 പേരും ഒരുമിച്ച് നിന്നാലേ അത് നടക്കുകയുള്ളൂ. അപ്പോൾ അതെപ്പോഴും ആലോചിക്കുന്നതെന്ന് വെച്ചാൽ ഞാൻ അധികാരത്തിലുള്ള സമയത്ത് അത് നടക്കണം, അപ്പോൾ എനിക്ക് നന്നായിട്ട് ഭരിച്ചു കൊണ്ടുപോകാൻ പറ്റും. അത് UDF വിചാരിക്കും, LDF വിചാരിക്കും, ഇനി NDA വന്നാൽ അവരും വിചാരിക്കും. പക്ഷേ ഞാൻ പ്രതിപക്ഷത്ത് വന്ന സമയത്താണ് ഇത് നടക്കുന്നതെങ്കിൽ ഗുണം കിട്ടുന്നത് ആ സമയത്ത് ഭരണപക്ഷത്തിനല്ലേ. അവരുടെ കാലത്ത് എല്ലാ നേട്ടങ്ങളും ഉണ്ടായി എന്ന് വരില്ലേ എന്നുള്ളതുകൊണ്ട് ഒരിക്കലും ഇവർ സമ്മതിക്കാനും പോകുന്നില്ല. അതിപ്പോൾ നമ്മുടെ റെയിൽവേ പ്രോജക്ട്സ് ആയാലും ശരി, ഗെയിൽ പൈപ്പ് ലൈൻ ആയാലും ശരി, നമുക്കറിയാവുന്നതാണ്. അധികാരത്തിലിരിക്കുന്ന സമയത്ത് വേണമെന്ന് പറയുന്നവർ അവർ നേരെ പ്രതിപക്ഷത്തിരിക്കുന്ന സമയത്ത് വേണ്ടാന്ന് പറയും. ഇത് ഒരു വല്ലാത്ത പ്രശ്നം തന്നെയാണ്. പക്ഷേ ഇത് നമ്മളിങ്ങനെ പറയുമ്പോൾ ഇത് കേരളത്തിലേ ഉള്ളൂ. ഇത് നോർത്ത് ഇന്ത്യൻ പൊളിറ്റിക്സിലോ അല്ലെങ്കിൽ നമ്മുടെ തൊട്ടടുത്തുള്ള തമിഴ്നാട്ടിലോ ഒക്കെ ആ സംസ്ഥാനത്തിന്റെ വികസനം എന്ന് പറയുമ്പോൾ വിവിധ രാഷ്ട്രീയ മുന്നണികളും ബദ്ധവൈരികളായിട്ടുള്ള രാഷ്ട്രീയ പാർട്ടികളൊക്കെ യോജിച്ച് നിൽക്കുകയാണ്. കേരളത്തിൽ മാത്രമാണ് ഇത് സംഭവിക്കുന്നത്. നമ്മൾ കേരളത്തിലാണ് പറയുന്നത് നമുക്ക് ശക്തമായ രാഷ്ട്രീയ അടിത്തറയുണ്ട്, അല്ലെങ്കിൽ ഐഡിയോളജിയിൽ വളരെ ക്ലാരിറ്റി ഉള്ള ജനങ്ങളുള്ള സംസ്ഥാനമാണ് കേരളം. അതുപോലെ തന്നെ മറ്റൊരു നമ്മുടെ ഒരു വ്യാഖ്യാനം അല്ലെങ്കിൽ നിരീക്ഷണം പൊതുവെ കാണുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ കേരളത്തിൽ ഒരു ഇടതുപക്ഷ മനസ്സാണ്. ആ ഇടതുപക്ഷം എന്ന് പറയുന്നത് നന്മയുടെ വശമാണ് എന്നൊക്കെ നമ്മൾ പറയുന്നു.
അപ്പൊ ഇതിനകത്ത് എവിടെയും ഈ വികസനമോ പുരോഗതിയോ അല്ലെങ്കിൽ സംസ്ഥാനത്തിന്റെ മുന്നോട്ടുള്ള പോക്കിനോ അംഗീകരിക്കുന്നത് കാണുന്നില്ല. ഈ ചെറിയ കാര്യങ്ങൾ പോലും തർക്കിക്കുകയാണ്. നമ്മുടെ പഞ്ചായത്ത് ഭരണസമിതിയിൽ പോലും ഇത്തരം കാര്യങ്ങൾ തർക്കമാണ്. അപ്പൊ പിന്നെ എന്ത് രാഷ്ട്രീയ വിദ്യാഭ്യാസം മലയാളി നേടിയെന്നാണ് മലയാളിക്ക് അവകാശപ്പെടാൻ സാധിക്കുക? ആ ചോദ്യത്തിൽ തന്നെ അതിൻ്റെ ഉത്തരവുണ്ട്. ഇടതുപക്ഷം എന്ന് പറയുന്നത് നല്ല പക്ഷമല്ല എന്നുള്ളത് എനിക്കിപ്പോൾ ഈ ഒരൊറ്റ ചോദ്യത്തിൽ നിന്ന് എനിക്ക് സിദ്ധാന്തിച്ചൂടെ? അതുതന്നെയാണ് കാര്യം. ആര് പറഞ്ഞു ഇടതുപക്ഷമാണ് ഏറ്റവും നല്ല പക്ഷമെന്ന്? ലോകത്തിൽ എവിടെയെങ്കിലും ഇടതുപക്ഷം ഭരിച്ച സ്ഥലം നന്നായിട്ടുണ്ടോ? ഒരൊറ്റ സ്ഥലം കാണിച്ചു തരാൻ പറ്റുമോ? ഇടതുപക്ഷം ഭരിച്ച് നല്ല ഇക്കോണമിയായി എന്ന് പറയാവുന്ന ഒരു സ്ഥലം ചരിത്രത്തിലുണ്ടായിട്ടുണ്ടോ? ഇല്ലല്ലോ. പിന്നെ എന്തിനീ ഇടതുപക്ഷം നല്ലതെന്ന് പറയുന്നത്? ഇടതുപക്ഷമാണ് പ്രശ്നം, വലതുപക്ഷമാണ് ശരി, മുതലാളിത്തം തന്നെയാണ് ശരി. ഒരു സംശയം എനിക്കില്ല. അത് തുറന്ന് പറയാൻ എനിക്ക് നല്ല ധൈര്യമുണ്ട്. മുതലാളിത്ത ജനാധിപത്യ സംവിധാനമാണ് കേരളത്തിൽ വേണ്ടത്. കേരളത്തിലെന്നല്ല ലോകം മുഴുവൻ. എവിടെയൊക്കെ ഇടതുപക്ഷ സ്ഥാനങ്ങൾ മേൽക്കൈ നേടുന്നുവോ അവിടെയൊക്കെ മോശമായിട്ടേ ഉള്ളൂ. ഒരൊറ്റ സ്ഥലം മറിച്ച് പറയാനില്ല. എന്തിനു പറയുന്നു? മനുഷ്യാവകാശം വരെ ഇടതുപക്ഷത്തിൻ്റെ ഫലമായിട്ടാണ് എല്ലാ നന്മകളും എന്നൊക്കെ ഇവർ പറയും. ഏതെങ്കിലും രാജ്യത്ത് മനുഷ്യാവകാശത്തിൻ്റെ കാര്യത്തിൽ ഇടതുപക്ഷ ഭരിച്ച സ്ഥലത്ത് ഈ ജനാധിപത്യ രാജ്യങ്ങളെക്കാൾ മെച്ചപ്പെട്ടിട്ടുണ്ടോ? ഇപ്പോൾ കിഴക്കൻ ജർമ്മനിയും പടിഞ്ഞാറൻ ജർമ്മനിയും, ഞാൻ ഈ ഉത്തര കൊറിയയും ദക്ഷിണ കൊറിയയും ഒന്നും എടുക്കുന്നില്ല. കിഴക്കൻ ജർമ്മനിയും പടിഞ്ഞാറൻ ജർമ്മനിയും, കിഴക്കൻ രണ്ടും ഒരേ ദിവസം ഉണ്ടായ അല്ലെങ്കിൽ ഒരേ കാലത്തുണ്ടായ രണ്ട് രാജ്യങ്ങളാണ്. രണ്ടാം മഹായുദ്ധത്തിന് ശേഷം ജർമ്മനി വിഭജിക്കപ്പെട്ടു. റഷ്യയുടെ കൂടി കിഴക്കൻ ജർമ്മനി, പടിഞ്ഞാറൻ ജർമ്മനി അമേരിക്കൻ പക്ഷത്തേക്കും മാറി. ഒരു വർഷം 2 വർഷം കഴിയുമ്പോഴേക്കും ആ കിഴക്കൻ ജർമ്മനി എന്ന സോവിയറ്റ് പക്ഷത്തിൽ മുഴുവൻ ഇക്കോണമിയും തകർന്നു. പടിഞ്ഞാറൻ ജർമ്മനി നന്നാവുകയും ചെയ്തു. ഫലമായിട്ട് കിഴക്കൻ ജർമ്മനിയിൽ നിന്ന് കൂട്ടത്തോടെ ചെറുപ്പക്കാർ പടിഞ്ഞാറൻ ജർമ്മനിയിലേക്ക് ഒളിച്ചോടുന്ന അവസ്ഥയുണ്ടായി. ഇത് ഒരു ഉദാഹരണം. ഇങ്ങനെ എല്ലായിടത്തും ആരെങ്കിലും ഉത്തര കൊറിയയിലേക്ക് നാടുവിട്ടു പോകുമോ? ഇപ്പോൾ നിങ്ങൾക്ക് ഉത്തര കൊറിയയിലേക്ക് പാസ്പോർട്ട് ഫ്രീ ആയിട്ട് തരാം, അവിടെ പോയി ജീവിക്കാനുള്ള ഇത് തരാമെന്ന് പറഞ്ഞാൽ അതിന് ഭേദം വധശിക്ഷയാണ് നമ്മൾ പറയില്ലേ? ആ ഒറ്റ മിനിറ്റ് കൊണ്ട് മരിച്ചു കിട്ടുമല്ലോ. ഇതതുമില്ല. നേരെ മറിച്ച് ദക്ഷിണ കൊറിയയിലേക്കാണെങ്കിലോ ഞാനിപ്പോൾ പോകാൻ തയ്യാറാണ്. അവിടെ നല്ല സുഖമായിട്ട് താമസിക്കാം. അപ്പോൾ ലോകത്തിൽ എവിടെയും തന്നെ ഇടതുപക്ഷം അധികാരത്തിൽ വന്നിട്ട് അല്ലെങ്കിൽ ഇടതുപക്ഷമാണ് നല്ല പക്ഷം എന്നുള്ളത് തെളിയിക്കപ്പെട്ടിട്ടില്ല. എന്നിട്ടും നമ്മൾ വെറുതെ പറയും യഥാർത്ഥ ഇടതുപക്ഷമാണെങ്കിൽ നല്ലതാണ്, യഥാർത്ഥ ഇടതുപക്ഷമാണ് ഏറ്റവും മോശം. കറപ്റ്റായിട്ടുള്ള ഇടതുപക്ഷം കുറച്ച് ഭേദമാണ്, കാരണം അല്പമെങ്കിലും ജനാധിപത്യം ഇതിലുണ്ടാവും. ഇടതുപക്ഷമാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇടതുപക്ഷ മനസ്സുള്ളത് ഏറ്റവും മോശമാണ്. അങ്ങനെയല്ല വേണ്ടത്. നമുക്ക് വേണ്ടത് മുതലാളിത്ത ജനാധിപത്യ ലോകം തന്നെയാണ്. അതാണ് താരതമ്യേന ഭേദം എല്ലാ കാര്യത്തിലും. അത് മനുഷ്യാവകാശത്തിൻ്റെ കാര്യത്തിലായാലും ശരി, ഇങ്ങനെയുള്ള പോളിസിയുടെ കാര്യത്തിലായാലും ശരി. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, തിരുത്താൻ സാധ്യത ജനാധിപത്യ സംവിധാനത്തിലാണ്. എവിടെയെങ്കിലും ഈ സോഷ്യലിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് വ്യവസ്ഥിതിയുള്ള ഒരു സ്ഥലത്ത് ഈ ഭരണാധികാരിയെ വെടിവെച്ച് കൊല്ലാതെ ഒരു തിരുത്തൽ സാധിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ, എവിടെയും സാധിച്ചിട്ടില്ല. പിന്നെ എന്തിനാണ് നമ്മളിതിനെക്കുറിച്ചൊക്കെ വലിയ വായിൽ ഇടതുപക്ഷം എന്തോ ആണെന്ന് പറയുന്നത്? ആ ഇടതുപക്ഷം എന്തോ ആണെന്ന് പറയുന്നത് ഇവിടുത്തെ കോൺഗ്രസ്സുകാർക്കും ബി ജെ പിക്കാർക്കും ഉണ്ട് സ്വഭാവം. അതാദ്യം നിർത്തുക. അല്ല, അവർ തന്നെയാണ് ഭേദം. ബി ജെ പിയും കോൺഗ്രസ്സുമാണ് ഭേദം, ഇടതുപക്ഷമല്ല എന്ന് ആദ്യം ബി ജെ പിയും കോൺഗ്രസ്സും തന്നെ മനസ്സിലാക്കണം. ഇടതുപക്ഷമല്ല ഈ ഇത്തരം കാര്യങ്ങളിൽ ഒരു റോൾ മോഡലായിട്ട് നമുക്ക് എടുക്കേണ്ടത്. പണ്ടത്തെ കമ്മ്യൂണിസ്റ്റുകാരൊക്കെ നല്ല കമ്മ്യൂണിസ്റ്റുകാരായിരുന്നു എന്ന് നമ്മൾ പറയാൻ കാരണം ആദ്യകാലത്തെ കമ്മ്യൂണിസ്റ്റുകാർ കോൺഗ്രസ്സുകാരായിരുന്നുകൊണ്ടാണ്. EMS ഒക്കെ ഉള്ള ആൾക്കാർക്കൊരു ആദർശശുദ്ധിയൊക്കെ നമ്മൾ പറയുന്നത് ഒരു കമ്മ്യൂണിസ്റ്റുകാരായതുകൊണ്ടല്ല, ദേ ഓൾ കെയിം ഫ്രം ദി കോൺഗ്രസ് പാർട്ടി. അപ്പോൾ അതുകൊണ്ടുള്ളൊരു ഗുണമുണ്ട്. നേരെ മറിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഉള്ളിൽ തന്നെ വന്ന നമ്മൾ ലോകത്തിൽ ഇപ്പോൾ ചെഷസ്ക്യൂ, പോൾ പോട്ട്, സ്റ്റാലിൻ, മാവോ, ഇങ്ങനത്തെ ഈ 4 പേരെ മാത്രം എടുക്കുക. അവരോളം ലോകത്തിൽ കൂട്ടക്കൊലകൾ നടത്തിയ ആൾക്കാർ ഹിറ്റ്ലർ പോലും നാണിക്കും. അത്രയധികം കൂട്ടക്കൊലകൾ നടത്തിയിട്ടില്ലേ? ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റുകാരെ ചെയ്തിട്ടില്ല. എന്താ കാരണം? ഇന്ത്യയിൽ ജനാധിപത്യ സംവിധാനം ഉണ്ടായതുകൊണ്ട് അത് പറ്റുന്നില്ല. ആദ്യകാല കമ്മ്യൂണിസ്റ്റുകാരൊക്കെ ജനാധിപത്യ പാർട്ടിയിൽ പ്രവർത്തിച്ചവരുമാണ്. അവരെ കൊണ്ടത് പറ്റില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഉള്ളിൽ നിന്ന് തന്നെ വന്നവരാണ് ഈ പ്രശ്നം ഉണ്ടാക്കുക. അപ്പോൾ ഒരിക്കലും അത് എനിക്ക് അംഗീകരിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല അത്. ഇതിപ്പം ഇടതുപക്ഷം ഹൃദയപക്ഷം എന്നൊക്കെ പറയുന്നത് കേരളത്തിലെ മാധ്യമങ്ങളാണ്. ഒരു മാധ്യമപ്രവർത്തകനാണ്. അതെ, ഞാൻ പറയാറില്ല. എല്ലാവരും പറയും, പക്ഷേ ഞാൻ പറയാറില്ലല്ലോ. ഞാൻ എൻ്റെ വായുന്നത് വീഴില്ല. അങ്ങനെ ഒരിക്കലും ഞാൻ പറയില്ല. കേരളത്തിലെ മാധ്യമങ്ങൾക്ക് എന്താണ് സംഭവിച്ചത്? മാധ്യമങ്ങൾ സത്യം കാണുമ്പോൾ പരാജയപ്പെടുകയല്ലേ? ഈ ഇടതുപക്ഷ പ്രചാരകരായിട്ട് കേരളത്തിലെ മാധ്യമപ്രവർത്തകരും മാധ്യമ സ്ഥാപനങ്ങളും മാറുമ്പോൾ വലതുപക്ഷത്തുണ്ടായിരുന്ന മാധ്യമ സ്ഥാപനങ്ങൾ പോലും ഇടതുപക്ഷത്തേക്ക് ചായുകയാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു സാഹചര്യം? ഈ ഇടതുപക്ഷത്തേക്കല്ല, അവർ വിൽപ്പന പക്ഷത്തേക്കാണ് ചായുന്നത്. അതായത് ഇവിടെയാണ് സെല്ലിങ് കൂടുതൽ എന്ന് കാണുമ്പോൾ ഇങ്ങോട്ട് മാറ്റും.
അടുത്ത ഭരണം മാറുന്ന സമയത്ത് UDF ആണ് വരുന്നത് വെച്ചാൽ എല്ലാം കൂടി അപ്പുറത്തേക്ക് മാറും. ഇത് അത്രയോ നടക്കുന്നുള്ളൂ. അല്ലാതെ ഉള്ളിൻ്റെ ഉള്ളിൽ ആരും തന്നെ ഇടതുപക്ഷത്തല്ല. ഉള്ളിൻ്റെ ഉള്ളിൽ എല്ലാവരും തന്നെ വിൽപ്പനയ്ക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഇവർ വിൽക്കുന്നത് ഈ മുദ്രാവാക്യമാണ്, അല്ലാതെ ഇതിൻ്റെ പിറകിലുള്ള ഐഡിയോളജിയൊന്നുമല്ല. ആ ഐഡിയോളജി തെറ്റാണെന്ന് അവർക്ക് തന്നെ അറിയാം. അതുകൊണ്ട് അത് വിൽക്കാൻ പറ്റില്ല. പക്ഷേ മുദ്രാവാക്യം വിൽക്കാൻ പറ്റും. ഇങ്ങനെ എല്ലാവർക്കുമുള്ള ചില മുദ്രാവാക്യങ്ങളുണ്ടല്ലോ, അത് നമുക്കിങ്ങനെ രസമായിട്ട് അവിടെ ഇവിടെ ഒട്ടിച്ച് വെക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. അത്രയേ ഉള്ളൂ. അത് നമ്മളിപ്പം പറഞ്ഞ സ്വകാര്യ മാധ്യമ സ്ഥാപനങ്ങളെ കുറിച്ചാണ്. അങ്ങ് കൂടുതൽ കാലം പ്രവർത്തിച്ചത് സർക്കാർ മാധ്യമ സ്ഥാപനമായ ആകാശവാണി ദൂരദർശനാണ്. ഈ മാധ്യമ സ്ഥാപനങ്ങൾ ഇതല്ലാത്തൊരു ചിത്രം സൃഷ്ടിക്കുന്നതിന് വേണ്ടി എന്തെങ്കിലും പ്രവർത്തിക്കുന്നുണ്ടോ? ഇല്ല, പ്രവർത്തിക്കുന്നില്ല. ഒരർത്ഥത്തിൽ പ്രവർത്തിക്കുന്നുണ്ടെന്ന് പറയാം. അതെന്താണെന്ന് വെച്ചാൽ ഇടതുപക്ഷത്തേക്ക് ചായുന്നില്ല. നമ്മൾ ആകാശവാണിയും ദൂരദർശനും ഇടതുപക്ഷത്തേക്ക് ചായാതെ അതിങ്ങനെ ഒരു മധ്യപക്ഷം പിടിച്ച് പോവുകയാണ് ചെയ്യുന്നത്. ഈ ക്യാപിറ്റലിസ്റ്റ് ലോകത്തും വാസ്തവത്തിൽ ഒരല്പം ഇടതോട്ടും ഒരല്പം വലത്തോട്ടും ടിൽറ്റ് ചെയ്തുകൊണ്ടാണ് അതിൻ്റെ ഭരണം എന്നും നിലനിൽക്കുന്നത്. ഇപ്പോൾ വിഗ്സ് ആൻഡ് ടോറീസ് നമ്മൾ ഇംഗ്ലണ്ടിൽ പറയാറുണ്ട്. അതായത് കോൺസർവേറ്റീവ് കക്ഷിയും ലേബർ കക്ഷിയും. അവിടുത്തെ ലേബർ കക്ഷി എന്ന് പറയുന്നതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് കക്ഷി എന്നുള്ള അർത്ഥമൊന്നുമില്ല. അല്പം ഇടതോട്ട് മാറ്റും. കോൺസർവേറ്റീവ് എന്ന് പറയുന്നത് പഴയ പോലത്തെ ലാസസ് ഫെയർ ക്യാപിറ്റലിസം ഒന്നുമല്ല, അല്പം വലത്തോട്ട്. ഇങ്ങനെയാണ് അവിടുത്തെയൊക്കെ സംവിധാനം. അമേരിക്കയിലും അതെ. ഇപ്പോൾ റിപ്പബ്ലിക്കൻസും ഡെമോക്രാറ്റ്സും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇതേ ടിൽറ്റ് തന്നെയാണ് കാണിക്കുന്നത്. ഒരല്പം ഇടത്തോട്ട് ചായും പിന്നെ ഒരല്പം വലത്തോട്ട് ചായും. അല്പം, അത്രയേ ഉള്ളൂ. ഒരിക്കലും ലാസേസ് ഫയർ പോലത്തെ ഒരുതരം ക്രൂരമായ ക്യാപിറ്റലിസവും ഇല്ല. ഇടതുപക്ഷത്ത് ഈ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിലുണ്ടായ പോലത്തെയുള്ള അവസ്ഥയുമില്ല. ഇതിനിടയിൽ ഇങ്ങനെ അങ്ങോട്ടും അല്പം ഒരു മധ്യപക്ഷം പിടിച്ചുകൊണ്ടാണ് അവിടത്തേക്ക് രാഷ്ട്രീയം പോകുന്നത്. ഇതേ അവസ്ഥയിൽ ആ മധ്യപക്ഷത്താണ് ഏകദേശം ആകാശവാണി നിൽക്കുന്നത്. അതിൽ ചില സമയത്ത് അല്പം ഇടതുപക്ഷത്തേക്കും ഒരല്പം വലതുപക്ഷത്തേക്കും ഞങ്ങളുടെ പ്രോഗ്രാംസിലും ചെറിയ മാറ്റങ്ങൾ വരുന്നുണ്ട്. അത് മൊത്തം പ്രോഗ്രാം കേൾക്കുമ്പോൾ അറിയാം. അല്പം മതപരമായിട്ടുള്ള പ്രോഗ്രാംസ് ഉണ്ട്. വേണമെങ്കിൽ നിങ്ങൾക്ക് വലതുപക്ഷ രാഷ്ട്രീയം അത് രണ്ടും ആരോപിക്കാം. ചില സമയത്ത് തൊഴിലാളി മണ്ഡലം പോലത്തെ പ്രോഗ്രാംസ് നമ്മൾ പ്രക്ഷേപണം ചെയ്യുന്നുണ്ട്. വേണമെങ്കിൽ അല്പം ഇടതോട്ടല്ലേ അത് ചായുന്നതെന്ന് വേണമെങ്കിൽ ചോദിക്കാം. ഈ മധ്യപക്ഷം പിടിച്ചിട്ടാണ് ആകാശവാണി എക്കാലത്തും പോയിട്ടുള്ളത്. ദൂരദർശനം ഏകദേശം അതുപോലെ തന്നെയാണ്. ആ ഒരു മധ്യപക്ഷത്താണ്. അപ്പോൾ പൊതു കേരളം ഈ കടുത്ത തോതിൽ ഈ പറഞ്ഞ പോലെ ഇടതുപക്ഷം ഹൃദയപക്ഷമാണെന്നുള്ള മുദ്രാവാക്യം ആകാശവാണിയിൽ കാണില്ല. അല്പം കൂടി മധ്യപക്ഷം എന്നുള്ള മുദ്രാവാക്യം ഞങ്ങൾ മുഴക്കുന്നില്ല. പക്ഷേ ദൂരെ നിന്ന് പരിശോധിച്ചാൽ അതാണ് അതിൻ്റെ രാഷ്ട്രീയം. അതിന് കാരണം അത്തരത്തിലുള്ള നിയന്ത്രണം സർക്കാർ സംവിധാനത്തിൽ നിന്നുള്ളത് കൊണ്ടാണ്. എന്ന് വെച്ചാൽ ഈ സർക്കാരിൻ്റെ നിയന്ത്രണമല്ല, ഒരു ചാർട്ടറിൻ്റെ നിയന്ത്രണമാണത്. ഈ പ്രശസ്ത മാധ്യമ പണ്ഡിതനായ ഷ്ലേസിംഗർ അദ്ദേഹം BBC-യെക്കുറിച്ച് ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. 2 പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഈ ചോംസ്കി എതിർത്തുകൊണ്ടാണ് അദ്ദേഹം അതിൽ പറയുന്നത്. അതായത് ഈ ഒരിക്കലും തന്നെ ഒരു പബ്ലിക് സർവീസ് ബ്രോഡ്കാസ്റ്റിംഗ് എന്ന് പറയുന്നത് ചോംസ്കിയൊക്കെ വിചാരിക്കുന്ന പോലെ ഭരണകൂടത്തിന് അനുകൂലമായിട്ടുള്ള ഒരു കോൺസെൻറ്റ് ഉണ്ടാക്കുന്ന ശ്രമമല്ല ഇവിടെ നടക്കുന്നത്. അത് ചോംസ്കിക്ക് തെറ്റിപ്പോയി എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം കൃത്യമായിട്ട് പറയുന്നുണ്ട്. ചോംസ്കി പറയുന്നത് അഡ്വർടൈസ്മെൻറ്റ് കിട്ടാൻ വേണ്ടി പണക്കാരുടെ അടുത്ത് പൈസ മേടിക്കേണ്ടി വരും. അപ്പോൾ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് പിന്നെ മാധ്യമപ്രവർത്തനം നടത്താൻ പറ്റൂ എന്നാണ്. പക്ഷേ പബ്ലിക് സർവീസ് ബ്രോഡ്കാസ്റ്റിങ്ങിൽ അങ്ങനെയല്ല സംഭവിക്കുന്നത്. അവിടെ പണം കിട്ടുന്നത് അഡ്വർടൈസ്മെൻറ്റ് എന്നല്ല, മറിച്ച് ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ നിന്നാണ്. ഈ ഗവൺമെൻറ്റിന് എവിടെ നിന്നാണ് അത് കിട്ടുന്നത്? അത് ജനങ്ങളിൽ നിന്ന് പിരിച്ചെടുക്കുന്ന നികുതി പണത്തിനാണ് കിട്ടുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അഡ്വർടൈസ്മെൻറ്റിൻ്റെ പിറകെ അല്ലെങ്കിൽ അതിൻ്റെ താല്പര്യങ്ങൾക്ക് പിറകെ പോകേണ്ടതില്ല. ദൂരദർശനായാലും BBC-ക്കായാലും ആകാശവാണിക്കായാലും പോകേണ്ടതില്ല. നമുക്കപ്പോൾ എന്തിന് പിന്നാലെ പോകണം? നേരത്തെ നിശ്ചയിച്ചു വെച്ച ഒരു ചാർട്ടറുണ്ട്. എന്ത് തരത്തിലുള്ള പ്രക്ഷേപണമാണ് ഇവിടെ വേണ്ടത് എന്നതിന് ആ ചാർട്ടറിൻ്റെ പിന്നാലെ പോയാൽ മതി. നമുക്കൊരിക്കലും തന്നെ അഡ്വർടൈസറുടെ താല്പര്യം വല്ലാതെ നോക്കേണ്ട കാര്യമില്ല. രാഷ്ട്രീയ പാർട്ടിയുടെ താല്പര്യം വല്ലാതെ നോക്കേണ്ടതില്ല. ഈ ചാർട്ടറാണ് അവിടെ നോക്കേണ്ടത്. അതനുസരിച്ച് പോയാൽ മതി. ഇപ്പോൾ ഉദാഹരണത്തിന് ആകാശവാണി എല്ലാ ദിവസവും ഇത് നമ്മുടെ ഫോക്ക് മ്യൂസിക്, ഗോത്രവർഗ സംഗീതം, അത് ഇന്ത്യയിലെ എല്ലാ സ്റ്റേഷൻസും പ്രക്ഷേപണം ചെയ്യണം എന്നുള്ള ഒരു ചാർട്ടറിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ അംഗീകരിച്ചതാണ്. ഇപ്പോൾ അത് പ്രക്ഷേപണം ചെയ്യുന്നുണ്ട്. നമ്മൾ ഗോത്രവർഗ സംഗീതമായാലും നാടൻ പാട്ടുകളായാലും പ്രക്ഷേപണം ചെയ്യുന്നുണ്ടല്ലോ. ഇത് അഡ്വർടൈസ്മെൻറ്റിൻ്റെ പിന്നാലെ പോയതുകൊണ്ടല്ല. ഒരു അഡ്വർടൈസ്മെൻറ്റിൻ്റെ റവന്യൂ അതിൽ നിന്ന് കിട്ടുന്നില്ല. പിന്നെ ഗവൺമെൻറ് നമ്മളോട് ആവശ്യപ്പെട്ടിട്ടാണോ? അതുമല്ല. ഒരു ഗവൺമെൻറ്റും ഒരു നിശ്ചയിച്ചിട്ട് ഇന്ന ഫോക്ക് മ്യൂസിക് പ്രക്ഷേപണം ചെയ്തേ പറ്റൂ എന്ന് പറയുന്നില്ല. തുടക്കത്തിൽ നെഹ്റുവിൻ്റെ കാലത്ത് ആദ്യം കൊണ്ടുവന്ന ചാർട്ടറിൽ അതുണ്ടായിരുന്നു.
വി ഫോളോ ദ സെയിം ചാർട്ടർ ഈവൻ നൗ, നോബഡി ഹാസ് ചേഞ്ച്ഡ് ഇറ്റ്. അതാണ് സംഭവിച്ചത്. അപ്പോൾ ആ ചാർട്ടറാണ് ഞങ്ങളെ പ്രധാനപ്പെട്ട ആകാശവാണി കോഡ് എന്നൊക്കെ പറയും. ആ ചാർട്ടറിൻ്റെ പിന്നാലെ പോയി. ഇതാണ് ഷ്ലേസിംഗർ കൃത്യമായിട്ട് പറഞ്ഞത്. ഫിലിപ്പ് ഷ്ലേസിംഗർ എന്ന മാധ്യമപ്രവർത്തകൻ ചോംസ്കി എതിർത്തുകൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ ആർഗ്യുമെൻറ്റ് വളരെ ഫേമസ് ആണ്. ഈ ചോംസ്കിയാണ് എല്ലാം ശരിയെന്ന് വിചാരിക്കുന്നുണ്ട് ഇവിടുത്തെ ചില ഇടതുപക്ഷ മാധ്യമപ്രവർത്തകരല്ല. ചോംസ്കി തെറ്റാണ് പറയുന്നത്. ചോംസ്കിക്ക് എതിരായിട്ടുള്ള ആർഗ്യുമെൻറ്റ് ഭംഗിയായിട്ട് ഫിലിപ്പ് ഷ്ലേസിംഗർ പറയുന്നുണ്ട്. അത് ഇതാണ് പറയുന്നത്, ഒരിക്കലും തന്നെ ഈ പബ്ലിക് സർവീസ് ബ്രോഡ്കാസ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഈ എന്താ പറയുക ബൂർഷ്വാ മുതലാളി വർഗത്തിൻ്റെ താല്പര്യത്തിന് വേണ്ടി ഉണ്ടാക്കുന്നൊരു സാധനമല്ല. അത് ഇറ്റ്സ് എ ടോട്ടലി ഡിഫറെൻറ്റ് തിങ്. അത് ഗവൺമെൻറ്റിൻ്റെ സാധനം പോലുമല്ല. മാറി മാറി വരുന്ന ഗവൺമെൻറ് ആണെങ്കിലും BBC-യുടെ നയങ്ങളും ആകാശവാണിയുടെ നയങ്ങളും അതിൻ്റെ പിന്നാലെയും പോകുന്നില്ല. കാരണം ഈ ചാർട്ടറിൻ്റെ പിന്നാലെയാണ് പോകുന്നത്. ഗവൺമെൻറ് ഈസ് മാൻഡേറ്ററി ആണ് ഗവൺമെൻറ്റിന് ഇത്രയധികം പൈസ ഓരോ കൊല്ലവും അതിൻ്റെ പബ്ലിക് സർവീസ് ബ്രോഡ്കാസ്റ്റിങ്ങിന് കൊടുത്തോളണം. അത് എന്താ പറയുക ഈ ബജറ്റ് അലൊക്കേഷൻ സമയത്ത് അത് കൊടുക്കും. അത് കഴിഞ്ഞാൽ പിന്നെ ഈ മാധ്യമ സ്ഥാപനങ്ങൾ ഫോളോ ചെയ്യുന്നത് ഗവൺമെൻറ്റൽ ഇൻസ്ട്രക്ഷൻസ് അല്ല, മറിച്ച് ചാർട്ടറിൻ്റെ ഇൻസ്ട്രക്ഷൻസ് ആണ് കൂടുതൽ പോകുന്നത്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ എൻ്റെ ഒരു നിരീക്ഷണം ഞാൻ മനസ്സിലാക്കുന്നത് ദൂരദർശനോ അല്ലെങ്കിൽ ആകാശവാണിക്കോ പ്രേക്ഷകർ അല്ലെങ്കിൽ ശ്രോതാക്കൾ കുറഞ്ഞു വരിക. അതെ 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 അതെ. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു എന്താ പറയുക ഒരു ന്യൂസ് സ്പേസ് അല്ലെങ്കിൽ പ്രോഗ്രാമുകൾക്ക് ഒരു സ്പേസ് ഉണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് അതിന് സ്വീകാര്യത ലഭിക്കാത്തത്? സ്വീകാര്യത ലഭിക്കാത്തതിൻ്റെ കാരണം 2-3 കാരണങ്ങളുണ്ട്. ഇപ്പോൾ അതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാൻ ഇപ്പോൾ എനിക്ക് സമയമില്ല, എങ്കിലും പറയാം. ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം, ഇപ്പം നമ്മളൊരു ഹോസ്പിറ്റലുണ്ടെന്ന് വിചാരിക്കാം. ആ ഹോസ്പിറ്റൽ നടത്തേണ്ടതാരാണ്? അതിൻ്റെ ടോപ്പിലിരിക്കേണ്ടതാരാണ്? ഈ മരുന്ന് വ്യവസായത്തെക്കുറിച്ചും ഹോസ്പിറ്റൽ നടത്തേണ്ടുന്ന കാര്യങ്ങളും അറിയുന്ന ഡോക്ടർമാരും മെഡിക്കൽ പ്രൊഫഷണൽസും ഒന്നിച്ചാണ് അത് ഭരിക്കേണ്ടത്. കാരണം അവർക്കേ അറിയൂ. നേരെ മറിച്ച് ഞാൻ എൻ്റെ കയ്യിലൊരു ഹോസ്പിറ്റൽ ഏൽപ്പിച്ചാൽ കുരങ്ങൻ്റെ കയ്യിൽ മാല കെട്ടിയ പോലെ ഇരിക്കും. എനിക്ക് ഹോസ്പിറ്റൽ നടത്താൻ അറിഞ്ഞുകൂടാ, എന്നെക്കൊണ്ടാവില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇത് തന്നെയാണ് മാധ്യമ സ്ഥാപനങ്ങളുടെ അവസ്ഥ. അതിൻ്റെ മുകളിലിരിക്കുന്ന ആൾക്കാർക്ക് ആ മാധ്യമ സ്ഥാപനം എങ്ങനെ പ്രവർത്തിക്കണം എന്നതിനെക്കുറിച്ച് നല്ല ബോധ്യമുള്ള വിവരമുള്ള ആൾക്കാരായിരിക്കണം. അവർ പ്രൊഫഷണൽസ് ആയിരിക്കണം. ഇവിടെ ആകാശവാണിയെ സംബന്ധിച്ചിടത്തോളം ദൂരദർശനെ സംബന്ധിച്ചിടത്തോളം ഈ പ്രസാർ ഭാരതി ബോർഡ് ഉണ്ടാക്കിയ ശേഷം അത് ഉദ്ദേശിച്ചിട്ടാണ് ഉണ്ടാക്കിയത്. പക്ഷേ അതിൽ വന്നത് പണ്ഡിതന്മാരായിട്ടുള്ള ആൾക്കാരാണ്. പക്ഷേ ഒരിക്കലും തന്നെ അവർ മാധ്യമ സ്ഥാപനങ്ങൾ നടത്തി ശീലമുള്ളവരായിരുന്നില്ല. അന്ന് തൊട്ട് തുടങ്ങി ഇതിൻ്റെ ഒരു ദുർദശ. നമ്പർ 1. നമ്പർ 2, എല്ലാവർക്കും അറിയാമല്ലോ, ഒരു കൊല്ലം 3% സ്റ്റാഫ് റിട്ടയർ ചെയ്തു പോകുന്നു. അത് കാലത്തിനനുസരിച്ച് നടക്കുന്നില്ലേ? ലോകത്തിലെ ഏത് സ്ഥാപനമായാലും, ബാങ്കായാലും ഹോസ്പിറ്റലായാലും എവിടെയായാലും ഒരു കൊല്ലം 3% പേര് റിട്ടയർ ചെയ്തു പോയില്ലേ? എന്ന് വെച്ചാൽ 33 കൊല്ലം കൊണ്ട് 99-100% ആൾക്കാർ റിട്ടയർ ചെയ്തു പോകും. ഒരു കൊല്ലവും പുതിയ ആളുകളെ റിക്രൂട്ട് ചെയ്തിട്ടില്ലെങ്കിലോ? എല്ലാ പോസ്റ്റുകളും വേക്കൻ്റ് ആയിട്ട് അവസാനം അങ്ങ് മരിച്ചു പോകും ആ സ്ഥാപനം. ഇവിടെ ആകാശവാണിക്കും ദൂരദർശനും സംഭവിച്ചത് അതാണ്. ഇതാരും പറഞ്ഞാൽ വിശ്വസിക്കില്ല. കഴിഞ്ഞ എത്രയോ വർഷങ്ങളായിട്ട് ഇതിലേക്ക് റിക്രൂട്ട്മെൻ്റ് ഇല്ല. ആ റിക്രൂട്ട്മെൻറ്റിൽ ഇപ്പോൾ 100 പേര് വേണ്ടിയെടുത്ത് 80-70 ആളെ ഉള്ളെങ്കിൽ അതിൻ്റെ ഉള്ളിലുള്ള ആൾക്കാർ തന്നെ എങ്ങനെയെങ്കിലും ഓടിപ്പടഞ്ഞ് ജോലി ചെയ്യും. പക്ഷേ നിങ്ങൾ 100%-നടുത്താണ് അവിടുത്തെ പോസ്റ്റിൻ്റെ എണ്ണം, വേക്കൻറ്റ് പോസ്റ്റുകളുടെ എണ്ണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? അവസാനത്തെ ആളൊക്കെ ഹാർട്ട് അറ്റാക്ക് വന്ന് മരിക്കും. കാരണം അത്രയും ബുദ്ധിമുട്ട് അത് സംഭവിക്കുന്നു. നമ്മൾ ഇതുവരെ കൂടുതൽ സംസാരിച്ചത് രാഷ്ട്രീയം, അതുപോലെ തന്നെ അന്തർദേശീയ സാഹചര്യം, മാധ്യമ മേഖല, ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമ്മൾ സംസാരിച്ചത്. ഈ രാഷ്ട്രീയത്തിനായാലും അല്ലെങ്കിൽ മാധ്യമ മേഖലക്കായാലും അല്ലെങ്കിൽ ആഗോള സാഹചര്യത്തിനായാലും ഒക്കെ ഏറ്റവും കൂടുതൽ സംഭാവന നൽകാൻ സാധിക്കുന്ന ഒരു വിഭാഗക്കാരാണ് സാഹിത്യ രംഗത്തുള്ളവരും സാംസ്കാരിക രംഗത്തുള്ളവരും. അപ്പം അങ്ങനെ സാംസ്കാരിക പ്രവർത്തകരും സാഹിത്യകാരന്മാരും ഇന്നത്തെ കാലത്ത് വഹിക്കുന്ന ഒരു പങ്ക്, അല്ലെങ്കിൽ അവർ വഹിക്കേണ്ടതായ പങ്ക് അവർ വഹിക്കുന്നുണ്ട് എന്ന് തോന്നുന്നുണ്ട്, പ്രത്യേകിച്ച് കേരള സാഹചര്യത്തിൽ? തോന്നുന്നില്ല. അതിനൊരു കാരണമുണ്ട്. അതിനെന്താ കാരണം എന്ന് വെച്ചാൽ, ഈ 20-ാം നൂറ്റാണ്ടിൽ മാത്രമാണ് സാഹിത്യകാരൻ നമ്മുടെ സമൂഹത്തിൻ്റെ ഏറ്റവും ഉന്നതിയിലെത്തിയത്. അതിന് മുമ്പായിരുന്നില്ല. നിങ്ങൾ 19-ാം നൂറ്റാണ്ടിലോ 18-ാം നൂറ്റാണ്ടിലോ എടുത്തു നോക്കൂ, സാഹിത്യകാരൻ എന്ന ലേബലിൽ പ്രവർത്തിക്കുന്ന ഒരാൾ പോലും ഉണ്ടായിരുന്നില്ല. 18-ാം നൂറ്റാണ്ട് തൊട്ടിട്ട് 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനം തൊട്ടിട്ടാണ് സാഹിത്യകാരൻ എന്ന എൻറ്റിറ്റിയിലൊരു പുതിയൊരു സംഭവം വന്നത്. 18-ാം നൂറ്റാണ്ടിലെ ഒരു സമൂഹത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആൾക്കാരാരൊക്കെയാണെന്ന് ചോദിച്ചാൽ, നമ്മുടെ കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ഐതിഹ്യമാലയിൽ അത്തരം ആളുകളെക്കുറിച്ച് ധാരാളം പറയുന്നുണ്ട് കഥകളിലൂടെ. കഥകളാണെങ്കിലും അതിൽ ഇങ്ങനൊരു ഹിസ്റ്റോറിക്കൽ ഫാക്റ്റുണ്ട്. വിഷവൈദ്യൻ, മന്ത്രവാദി, ജ്യോത്സ്യൻ, ഇങ്ങനെയുള്ള ഒരുപാട് ആൾക്കാരാണ് അക്കാലത്ത്. കൃഷിക്കാരൻ, ചെണ്ടോട്ട്, മാരാമാര്, ഇത്തരം ആളുകളാണ് പ്രധാനപ്പെട്ട വ്യക്തികൾ.
അത് കഴിഞ്ഞിട്ട് സാഹിത്യകാരൻ എന്ന് പറഞ്ഞൊരു സാധനം അവിടെ നടക്കുന്നില്ല. അങ്ങനെ ഒരു കാര്യമില്ല. അത് വരുന്നത് 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്താണ്. ആ ഒരു പുതിയൊരു പാരഡൈം ഷിഫ്റ്റ് തൊട്ടിട്ടാണ് തുടങ്ങുന്നത്. എഴുത്തിലൂടെ ജനങ്ങളെ കീഴടക്കുന്ന, ജനങ്ങളുടെ ഭരണം നടത്തുന്ന ഒരു വിഭാഗം, സാഹിത്യകാരൻ എന്നൊരു വിഭാഗം ഉണ്ടാകുന്നതും, സാഹിത്യകാരൻ അവാർഡ് കൊടുക്കുന്നതും, സംഘടനകൾ ഈ ജ്ഞാനപീഠം പോലത്തെ അതിനുണ്ടാകുന്നത്, സാഹിത്യ അക്കാദമി ഉണ്ടാകുന്നത്, ഇതൊക്കെ തന്നെ ഉണ്ടാകുന്നത് 19th സെഞ്ച്വറിയുടെ അവസാനം തൊട്ടിട്ടാണ്. അതിനു മുമ്പ് ഒരു സാഹിത്യകാരനെ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. സാഹിത്യമില്ലായിരുന്നു എന്നല്ല ഞാൻ പറയുന്നത്. ഇപ്പോൾ പൂന്താനത്തിൻ്റെ കാലത്ത് സാഹിത്യമില്ലായിരുന്നോ എന്ന് ചോദിച്ചാൽ പൂന്താനം എഴുതിയിരുന്നു. പക്ഷേ പൂന്താനത്തിൻ്റെ ഇല്ലത്ത് പോയിട്ട് സാഹിത്യകാരനായ പൂന്താനത്തിൻ്റെ വീട് എവിടെയാണെന്ന് ചോദിച്ചാൽ അന്ന് ആർക്കും അറിയുണ്ടാവില്ല. ഇല്ലാത്തൊരു തിരുമേനിയുണ്ട്, കവിത കെട്ടുമെന്നാണ് പറയാം, കവിത കെട്ടുക എന്ന് പറയാം, ഇന്ന് കേട്ടിട്ടുണ്ട് എന്ന് പറയുന്നല്ലാതെ വേറൊന്നുമില്ല. അപ്പോൾ സാഹിത്യകാരൻ എന്ന് പറഞ്ഞൊരു സാധനം 19th സെഞ്ച്വറിയിലാണ് തുടങ്ങുന്നത്. അത് ഏകദേശം ഒരു നൂറ്റാണ്ട് കഴിഞ്ഞ് 20th സെഞ്ച്വറിയുടെ അവസാനം എത്തിയപ്പോഴേക്കും അതിൻ്റെ ഡിക്ലൈൻ തുടങ്ങിയിരിക്കുന്നു. അടുത്ത പാരഡൈം ആരംഭിക്കുകയാണ്. ഇനി മുതൽ സാഹിത്യകാരൻ ലൈം ലൈറ്റിലുണ്ടാവില്ല. എങ്ങനെ സാഹിത്യകാരൻ ഇല്ലായിരുന്നോ ഒരു കാലത്ത്, അവിടെ നിന്നുണ്ടായല്ലോ ഒരു പ്രത്യേക നൂറ്റാണ്ടിൽ. ആ നൂറ്റാണ്ട് കഴിഞ്ഞു. ഇനി സാഹിത്യകാരൻ വീണ്ടും ഓരത്തേക്ക് പോകുന്ന, അതായത് അത്രയൊന്നും മധ്യത്തിലല്ലാത്ത ഒരു മൂലയ്ക്കുണ്ടാവും, ഇല്ലെന്നും തീരെ നശിക്കുന്നല്ല പറയുന്നത്, അല്ലാത്ത. അപ്പോൾ ആ സമയത്ത് സംസ്കാരത്തിൻ്റെ മധ്യത്തിലേക്ക് പുതിയ ആളുകൾ വരും. സാഹിത്യകാരനായിരിക്കില്ല അതിലുണ്ടാവുക. നേരത്തെ പറഞ്ഞ മാതിരി സംസ്കാരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർ മധ്യത്തിൽ വരും. അതിൽ സാംസ്കാരിക പ്രവർത്തകർ എന്ന് പറയുന്നവരിൽ സാഹിത്യകാരൻ ഒരു ചെറിയ ശതമാനം ഉണ്ടാവും. അവർ എന്താ പറയുക, ഇപ്പോൾ ഇന്നത്തെ കാലത്ത് ചാക്യാന്മാർ സംസ്കാരത്തിൻ്റെ മധ്യത്തിലില്ലല്ലോ. ചാക്യാർ കേമനാണ് എന്നും അതിലെവിടെയെങ്കിലും ഒരു ചാക്യാരുടെ ഒരു, ഇപ്പം നിങ്ങളിപ്പോൾ എന്നെ ഇൻ്റർവ്യൂ ചെയ്യുന്ന പോലെ ഒരു ചാക്യാരെ ഇൻ്റർവ്യൂ ചെയ്യുമോ? ഇല്ല. ഈ ചോദ്യങ്ങൾ ചോദിക്കുകയോ? ഇല്ല. കാരണം നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല അത്തരം ഒരു ഉത്തരവും, അങ്ങനെ ഒരു ഇൻ്റലക്ച്വൽ കണ്ടൻറ്റിൻ്റെ ഉത്തരം. എന്ന പോലെ സാഹിത്യകാരൻ്റെ ആ ഒരു ഗ്ലാമറും ഗ്ലോറിയും കുറഞ്ഞു വരികയാണ്. അതിന് പകരം ടെക്നോക്രാറ്റ്സ്, ചിന്തിക്കുന്ന ഡോക്ടർമാർ, എൻജിനീയർമാർ, ഈ പൊതുകാര്യങ്ങളെക്കുറിച്ച് ഗ്രാഹ്യമുള്ള മറ്റ് മാധ്യമപ്രവർത്തകർ, ഇങ്ങനെ പുതിയൊരു ഗ്രൂപ്പ് വരികയാണ്. ഇപ്പോൾ നമ്മൾ ലിറ്റററി ഫെസ്റ്റിവൽസ് എന്ന് പറഞ്ഞാൽ ലിറ്റററി എന്ന പേരേ ഉള്ളൂ. അതിലെത്ര സാഹിത്യകാരന്മാരുണ്ട്? ഇല്ലല്ലോ. വരുന്നത് മുഴുവൻ മറ്റ് മേഖലകളിൽ നിന്നുള്ളവരാണ്. ഇത് വളരെ ഒരു പ്രധാനപ്പെട്ട ട്രെൻഡാണ്. എന്തുകൊണ്ട് സാഹിത്യകാരനെ വിളിച്ചിട്ട് കാര്യമില്ല? കുറച്ച് ഗ്ലാമറസ് കുറച്ച് ഫിഗേഴ്സിനെ നമ്മൾ അരുന്ധതി റോയിലേക്ക് വിളിക്കുമെന്നല്ലാതെ ശരിക്കും ടോട്ടൽ ആകെ 100 പേര് പങ്കെടുക്കുന്നതിൽ വളരെ കുറച്ചേ സാഹിത്യകാരന്മാരുള്ളൂ. അതിൽ തന്നെ ഈ വരുന്ന അരുന്ധതി റോയെ പോലത്തെ ഉള്ള ആളുകളാണെങ്കിൽ ഒരു എന്താ പറയുക, ഗ്ലാമറസ് ഫിഗേഴ്സ് ആയിട്ടാണ് വരുന്നത്, അല്ലാണ്ട് സാഹിത്യത്തെക്കുറിച്ചല്ല അവരും സംസാരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിനർത്ഥം എന്താണെന്ന് വെച്ചാൽ സാഹിത്യകാരന്മാർ ഈ 19-ാം നൂറ്റാണ്ടിൽ നിന്ന് അല്ലെങ്കിൽ 18-ാം നൂറ്റാണ്ടിലെന്ന പോലെ സംസ്കാരത്തിൻ്റെ കേന്ദ്രസ്ഥാനത്തിലില്ലാത്തൊരല്പം അപ്രസക്തമായ ഭാഗത്തേക്ക് മാറിക്കഴിഞ്ഞു. പകരം പലരും വന്നു കഴിഞ്ഞു. അപ്പോൾ ഈ പകരം വരുന്ന ആ ഒരു ട്രാൻസിഷൻ പീരീഡാണ് ഇപ്പോൾ അവിടെ നടക്കുന്നത്. ആ ട്രാൻസിഷൻ പീരീഡിൽ മുഴുവനായിട്ടില്ല. ഇനിയും കൂടുതൽ പുതിയ ഗ്രൂപ്പുകൾ, പുതിയ ആളുകൾ, പാണ്ഡിത്യമുള്ള ആളുകൾ മറ്റ് മേഖലകളിൽ നിന്ന് വരേണ്ടതുണ്ട്. അവരെ മധ്യത്തിലെത്തിക്കണം. അപ്പോൾ അതിനനുസരിച്ച് സാഹിത്യകാരൻ്റെ ഓരോരോ സീറ്റുകൾ നഷ്ടപ്പെടുകയും ചെയ്യും. ഇവിടെ സുനിത വില്യംസ് ആണ്. അതെ. ഇപ്പോൾ സുനിത വില്യംസും അതുപോലെ ഭാവനയും ബെൻ ജോൺസണും ഒക്കെ വരാമെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂട്ടത്തിൽ ഇരിക്കാൻ പറ്റുന്നൊരു സാഹിത്യകാരൻ ഉണ്ടായിരുന്നില്ല. ആൾക്കാർക്ക് മുഴുവൻ അവരെയാണ് കാണേണ്ടത്. അല്ലാണ്ട് ഏതെങ്കിലും സാഹിത്യകാരൻ വന്നിട്ട് നേരെ മറിച്ച് അങ്ങനെ ആയിരുന്നില്ല. ചങ്ങമ്പുഴയുടെ കാലത്ത് ചങ്ങമ്പുഴയുടെ കത്തുകൾ റിസീവ് ചെയ്യാൻ ഒരു പോസ്റ്റ് ഓഫീസ് ഉണ്ടാക്കി ഇടപ്പള്ളി ചങ്ങമ്പുഴ നഗറിലടുത്ത്. ഒന്ന് ആലോചിച്ച് നോക്കും, ചങ്ങമ്പുഴയ്ക്ക് വരുന്ന കത്തുകൾ സോർട്ട് ചെയ്യാൻ അവർക്കൊരു പോസ്റ്റ് ഓഫീസ് ഉണ്ടാക്കേണ്ടി വന്നു. ആ ഒരു കാലമൊക്കെ കഴിഞ്ഞു. അതിനി ഉണ്ടാവില്ല. വിലപ്പെട്ട വാക്കുകൾക്കും അതുപോലെ ശ്രദ്ധേയമായ നിരീക്ഷണങ്ങൾക്കും നന്ദി.